بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلنسألن الذين أرسل إليهم ولنسألن المرسلين، فلنقصن عليهم بعلم وما كنا غائبين. والوزن يومئذ الحق، فمن ثقلت موازينه فأولئك هم المفلحون، ومن خفت موازينه فأولئك الذين خسروا أنفسهم بما كانوا بآياتنا يظلمون. ولقد مكناكم في الأرض وجعلنا لكم فيها معايش، قليلا ما تشكرون. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. يا خير من دفنت بالقاع يعظمه، فطاب من طيبهن القاع واللكم. نفسي الفداء لقبر أنت ساكنه، فيه العفاف وفيه الجود والكرم. أنت النبي الذي ترجى شفاعته على الصراط إذا ما زلت القدم. وصاحباك فلا أنساهما أبدا، مني السلام عليكم ما جرى القلم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. സമാദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉസ്താദുമാർ, സ്നേഹധന്യരായ
സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ ശഅബാനിലെ നല്ലൊരു രാത്രിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആഇന് കൂടുതൽ ഉത്തരം നൽകുന്ന മാസമാണ് ഈ ശഅബാൻ മാസം. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരുപാട് ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുത്ത മാസമാണ് ഈ മാസം. അതുകൊണ്ട് വിശ്വാസി ജനങ്ങൾ ആമീൻ പറയുന്ന ഈ മജ്ലിസ് നമുക്കെല്ലാവർക്കും കൂടുതൽ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു സദസ്സാണ്. അള്ളാഹു സ്വീകരിക്കുന്ന ഏതെങ്കിലും ഒരാളുടെ ആമീൻ കാരണം നമ്മുടെ കാര്യങ്ങൾ അല്ലാഹു തആല എളുപ്പമാക്കി തരും എന്ന ഉത്തമ ബോധത്തോടെയാണ് ഇതുപോലെയുള്ള നല്ല സദസ്സിലൊക്കെ നാം ഒരുമിച്ച് കൂടുന്നത്. ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുന്നത് ഏതെങ്കിലും ഒരാളുടെ നിസ്കാരത്തിൻ്റെ സ്വീകാര്യത കൊണ്ട് ബാക്കി എല്ലാവരുടെയും നിസ്കാരം റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കും എന്ന പ്രതീക്ഷയിലാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ബഹുവചനത്തിന്റെ വാചകം ഉച്ചരിച്ചുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നമ്മൾ പറയുന്നത്. ഇയ്യാക നഅ്ബുദു, ഈ പ്രാർത്ഥനയിൽ, ഈ ആരാധനയിൽ ഞാൻ ഒറ്റക്കല്ല. എന്റെ കൂടെ ഞാൻ കാണാത്ത മലക്കുകളുണ്ട്, മഹാന്മാരുടെ സാന്നിധ്യമുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന വിശ്വാസി ജനങ്ങളുടെ സാന്നിധ്യവും ഉണ്ട്. അതുകൊണ്ട് അല്ലാഹ്, ഞാൻ ഒറ്റക്കല്ല, ഇവരെല്ലാവരും കൂടിയുണ്ട് ഈ ആരാധനയിൽ. അതുകൊണ്ട് നിന്നോട് എനിക്ക് ചോദിക്കാനുള്ളത് വഇയ്യാക നസ്തഈൻ, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി നിന്നോട് സഹായം ചോദിക്കുന്നു. ഒരാളുടേത് മാത്രം എന്ന അർത്ഥത്തിൽ നീ തള്ളിക്കളയരുത്. ഞങ്ങൾ കുറേ ആളുകളുണ്ട്. പൊതുവെ ഒരു ബഹുമാനമുള്ള ആളുടെ സ്വഭാവമാണ് വീട്ടിലേക്ക് നമ്മുടെ നാട്ടിലുള്ള സയ്യിദുമാരും ഉസ്താദുമാരും കമ്മിറ്റിക്കാരും അടങ്ങുന്ന നല്ലൊരു സംഘം ആളുകൾ വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങൾ ആ കാര്യം ഒന്ന് സാധിപ്പിച്ചു തരണം എന്ന് പറഞ്ഞാൽ, ഇത്രയും അധികം ആളുകൾ വന്നൊരു കാര്യം പറയുമ്പോൾ അത് തള്ളിക്കളയാൻ പറ്റില്ല എന്ന അർത്ഥത്തിൽ ബഹുമാനത്തോടുകൂടെ സ്വീകരിക്കും. കാരണം ആരെല്ലാം ഉണ്ട്? ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട സയ്യിദുമാരുണ്ട്, ഉലമാ ഉണ്ട്, നാട്ടിലെ മുതിർന്ന കാരണവന്മാരുണ്ട്. ഒരാൾ മാത്രം വന്ന് പറഞ്ഞാണെങ്കിൽ ചിലപ്പോഴൊക്കെ ആൾക്കാർ പറയും കുറച്ച് കഴിഞ്ഞിട്ട് ആലോചിക്കങ്ങൾ പോയിക്കോളി എന്ന് പറയും. അതേ ആവശ്യത്തിന് തന്നെ 5ഉം 10ഉം ആളുകൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ ഒരിക്കലും അത് തിരസ്കരിക്കുകയില്ല. അതൊരു ബഹുമാനത്തിന്റെ സ്വഭാവമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നമ്മളെല്ലാവരും പറയുന്നത് അങ്ങനെയാണ്. അല്ലാഹുവേ, ഈ ആരാധനയിൽ ഞാൻ ഒറ്റക്കല്ല. ഞങ്ങൾ കുറേ ആളുകളുണ്ട്. കുറേ ആളുകൾ നിർവഹിക്കുന്ന ആരാധന നീ തള്ളിക്കളയൂലല്ലോ. അതുകൊണ്ട് ഏതെങ്കിലും ഒരാളുടെ ഇബാദത്തിന്റെ ബറക്കത്ത് കൊണ്ട്, സ്വീകാര്യത കൊണ്ട് എന്റെ ഇബാദത്ത് നീ സ്വീകരിക്കണേ എന്നാണ് അതിന്റെ അർത്ഥം. ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത് അങ്ങനെയാണ്. എന്റെ ആരാധന മാത്രം മഖ്ബൂലല്ല, സ്വീകാര്യയോഗ്യമല്ല എങ്കിൽ പലരും ഉണ്ട് ഈ ആരാധനയിൽ. ഏതെങ്കിലും നീ പരിഗണിക്കുന്ന കൂടുതൽ ഇഖ്ലാസുള്ള, കൂടുതൽ തഖ്വയുള്ള, നിസ്കാരത്തിന്റെ എല്ലാ ചേരുവകളും ചേർത്ത്
സുന്നത്ത് മുന്നിലുള്ളതും പിന്നിലുള്ളതും നിസ്കാരത്തിലുള്ളതൊക്കെ ഒരുമിച്ച് കൂട്ടി നിസ്കരിക്കുന്ന ഏതെങ്കിലും ഒരാളുടെ ഇബാദത്തിന്റെ ബറക്കത്ത് കൊണ്ട് എന്റെ ഇബാദത്തും നീ സ്വീകരിക്കണേ അല്ലാഹ് എന്നാണ് മുഅ്മിനായ മനുഷ്യൻ, മുസ്ലിമായ മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അപ്പൊ ജമാഅത്ത് നിസ്കാരം നമ്മുടെ നിസ്കാരം സ്വീകരിച്ചു കിട്ടാൻ വലിയ എളുപ്പമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാർ വീട്ടിൽ ജമാഅത്തായി നിസ്കരിക്കണം. അത് റമദാൻ മാസത്തിൽ തുടങ്ങിയാൽ പോരാ. ചില നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ട്. റമദാൻ ആയാലും സഹോദരിമാർക്ക് ഒരു ജമാഅത്ത്, റമദാൻ കഴിഞ്ഞാൽ ജമാഅത്ത് പിന്നെ അവർ തൊലാഖല്ലി. ജമാഅത്ത് ഏറ്റവും ശ്രേഷ്ഠമായത് ഫർദ് നിസ്കാരത്തിലാണ്. തറാവീഹ് സുന്നത്ത് നിസ്കാരല്ലേ, സുന്നത്തിനേക്കാളും ജമാഅത്തിന് ബഹുമാനം ഫർദ് നിസ്കാരത്തിലാണ്. സർവ്വ സഹോദരിമാരും വീട്ടിലുള്ള സഹോദരിമാര് ഒപ്പം കൂടി ജമാഅത്തായി നിസ്കരിക്കണം. ഉമ്മമാരെ, നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ എത്ര വലിയ മഹത്വമുള്ള മഹദിയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മാത്രം മഹത്വം പറയാൻ അല്ലാഹു ഖുർആനിൽ ആയത്തിറക്കിയത് 18 എണ്ണമാണ്. ഒരു ആയത്തല്ല അല്ലാഹു ഇറക്കിയത്, 18 ആയത്താണ്. ആ ഒരൊറ്റ മഹദിയുടെ മഹത്വം ലോകത്ത് ബോധ്യപ്പെടുത്താൻ ഇന്നും നമ്മൾ ആ ആയത്തുകൾ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട് സൂറത്തുൻ നൂറിലൂടെ. അത്ര വലിയ മഹത്വമുള്ള മഹദി ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ ആരാണ്? ആ മഹദിയുടെ പരിശുദ്ധി വെളിവാക്കാൻ അല്ലാഹു ആയത്തിറക്കിയത് 18 എണ്ണമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പരിശുദ്ധി ഒരു സ്വപ്നത്തിലൂടെ അല്ലാഹു ദർശനം നൽകിയതല്ല, ഏതെങ്കിലും ഒരു കാരണത്തിലൂടെ അല്ലാഹു തആല പുറപ്പെടുവിച്ചതല്ല. 18 ആയത്തുകൾ ഓതിക്കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മഹത്വം പഠിപ്പിക്കുന്നു സൂറത്തുൻ നൂറിലൂടെ. ഇത്ര വലിയ മഹത്വമുള്ള ബീവി ആയിഷ റളിയല്ലാഹു അൻഹ സ്വർഗത്തിലാണെന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ തീർച്ചപ്പെടുത്തി പറയുന്നുണ്ട്. ഉമ്മമാരെ, ഉലൈക മുബറഊന മിമ്മാ യഖൂലൂൻ. ആയിഷ ബീവിക്കോ, ആയിഷ ബീവിയോടുകൂടെ മുനാഫിഖുകൾ ചേർത്തി പറയുന്ന സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനോ യാതൊരു കളങ്കവുമില്ല. മുബറഊന മിമ്മാ യഖൂലൂൻ. മുനാഫിഖുകൾ പറയുന്ന അപരാധത്തിൽ നിന്ന് ഇവര് മുക്തരാണ്, ഇവര് പൂർണ്ണരാനും വിശുദ്ധരാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, ലഹും മഗ്ഫിറത്തുൻ വരിസുഖും കരീം. ആ മഹത്വമുള്ള മഹാന്മാരില്ലേ, മഹദിമാരില്ലേ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകുന്നുണ്ട്, മാന്യമായ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, സ്വർഗീയ ഭക്ഷണം. സ്വർഗീയ ഭക്ഷണം കിട്ടണമെങ്കിൽ ആദ്യം സ്വർഗത്തിലെത്തണ്ടേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സ്വർഗത്തിലാണ് എന്ന് അല്ലാഹു തആല തീർച്ചപ്പെടുത്തി പറഞ്ഞ മഹദിയാണ്. ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്ത്, ഈ സൂറത്ത് അവതരിക്കുന്ന സമയത്ത് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മമാരെ, പെങ്ങന്മാരെ, നന്നേ ചെറുപ്പക്കാരിയാണ്. ചെറിയ വയസ്സ് പ്രായമേ ഉള്ളൂ. എത്ര വയസ്സുണ്ട് സൂറത്തുൻ നൂറിലെ ഈ ആയത്തിറങ്ങുന്ന സമയത്ത് ബീവി ആയിഷ റളിയല്ലാഹു അൻഹക്ക് എന്നറിയുമോ? കൃത്യമായി പറഞ്ഞാൽ ഒരു 13 വയസ്സ്, 14 വയസ്സേ ഉള്ളൂ. അത്ര വയസ്സേ ഉള്ളൂ ബീവി ആയിഷ റളിയല്ലാഹു അൻഹക്ക് ആ സൂറത്തിലെ ആയത്തുകൾ ഇറങ്ങുന്ന സമയത്ത്. പിന്നീട് ഒരു 5 കൊല്ലം കഴിഞ്ഞപ്പോ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. ആ നേരം ആയിഷ റളിയല്ലാഹു അൻഹക്കുള്ള വയസ്സ് 18 ആണ്. അപ്പൊ നന്നേ ചെറുപ്പത്തിൽ അല്ലാഹു തആല വിശുദ്ധ വനിതയാക്കി പ്രഖ്യാപിച്ച മഹദിയാണ്. ലോകത്ത് ചിലരുടെ വിശുദ്ധി ജനങ്ങൾ പ്രഖ്യാപിക്കലുണ്ട്, ചില ആളുകൾക്ക് വിശുദ്ധ പദവി ജനങ്ങൾ വെച്ച് കെട്ടി കൊടുക്കലുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹക്ക് വിശുദ്ധിയുടെ പദവി നൽകിയത് സ്രഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അതേതെങ്കിലും ഒരാൾക്കൊരു സൂചന നൽകിയിട്ട് അല്ലാഹ് അറിയിച്ചതല്ല. എന്നും നമ്മൾ ഓതുന്ന രൂപത്തില്, ആ മദ്ഹുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കുന്ന രൂപത്തില് സൂറത്തുൻ നൂറിലൂടെ അല്ലാഹു നിലനിർത്തിയിരിക്കുന്നു.
ഇത്ര വലിയ മഹത്വമുള്ള ആയിഷ റളിയല്ലാഹു അൻഹയെ അറിയുമോ ഉമ്മമാരെ? ആയിഷ ബീവിക്ക് ആണും പെണ്ണുമായിട്ട് ഒരൊറ്റ സന്താനവും ഇല്ലല്ലോ. എന്നിട്ടും ആയിഷ റളിയല്ലാഹു അൻഹ നിസ്കരിച്ചത് ജമാഅത്തായിട്ടാണ്. എന്റെ ഉമ്മമാരോട് ഞാൻ പറയട്ടെ, പെൺകുട്ടികൾ വീട്ടിലില്ലേ? മരുമക്കള് വീട്ടിലില്ലേ? ചെറിയ കുട്ടികൾ വീട്ടിലില്ലേ? 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലൊക്കെ പോകുന്ന ആൺകുട്ടികള്, പുരുഷന്മാരെ നിങ്ങൾ പള്ളിയിലേക്ക് പ്രേരിപ്പിച്ച് പള്ളിയിലേക്ക് പറഞ്ഞേക്കൂ. ആ പ്രചോദനത്തിന് അള്ളാഹു നിങ്ങൾക്ക് വലിയ പ്രതിഫലം തരും. ഏതെങ്കിലും ഒരു ഉമ്മ സ്വന്തം ഉപ്പയെ വിളിച്ചുണർത്തിയിട്ട്, പ്രായപൂർത്തിയും പക്വതയും എത്തിയ മകനെ വിളിച്ചുണർത്തിയിട്ട്, സ്വന്തം ഭർത്താവിനെ വിളിച്ചുണർത്തിയിട്ട് പള്ളിയിലേക്ക് പ്രേരിപ്പിച്ച് യാത്രയാക്കിയാൽ ആ ഉമ്മക്ക് അല്ലാഹു തആല നൽകുന്ന പ്രതിഫലം ചെറുതല്ല. ആ ഭാര്യക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം ചെറുതല്ല. അവർക്ക് അല്ലാഹുവിന്റെ റഹ്മത്തുണ്ട്, മലക്കുകളുടെ റഹ്മത്തുണ്ട്, സർവ്വ സാലിഹീങ്ങളുടെയും റഹ്മത്തുണ്ട്. ആ ഒരു പ്രചോദനം സഹോദരിമാരെ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. എന്നാൽ ഞാൻ അതല്ല കാര്യമായി പറയുന്നത്. അതിനേക്കാൾ വലുത് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹദിയായിട്ടും വീട്ടിൽ നിസ്കരിച്ചത് ഒറ്റക്കല്ല. ഇനി ആരെങ്കിലും വളച്ച് വ്യാഖ്യാനിക്കണ്ട. മദീനത്തെ പള്ളിയിലെ ജമാഅത്തിലെ ആയിഷ ബീവി പങ്കെടുത്തതല്ല. അവിടുത്തെ സ്വഫിന്റെ കണക്ക് നോക്കിയിട്ട് വീട്ടിൽ സ്വഫൊപ്പിച്ച് നിന്നതല്ല. എങ്ങനെ ആണും പെണ്ണും മക്കളില്ലാതെ ജമാഅത്തായി നിസ്കരിച്ചു. വകാന യഉമ്മുഹാ അബ്ദുഹാ ദക്വാൻ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹിൽ കൊണ്ടുവന്നിരിക്കുന്നു, ആയിഷ ബീവിക്ക് അവിടുത്തെ അടിമ ദക്വാൻ റളിയല്ലാഹു അൻഹു ഇമാമായി നിന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ജമാഅത്തായി നിസ്കരിക്കുന്നു. അടിമക്ക് ജുമുഅക്ക് പോകൽ നിർബന്ധമില്ലല്ലോ, ജമാഅത്തും ഫർദ് കിഫയില്ലല്ലോ. ആ അടിമയെ ആയിഷ റളിയല്ലാഹു അൻഹ ഇമാമാക്കി നിർത്തുന്നു, എന്നിട്ട് ജമാഅത്തായി നിസ്കരിക്കുന്നു. ആണും പെണ്ണുമായിട്ട് ഇത്രയും മക്കളെ തന്നിട്ട് ഒരു ജമാഅത്ത് ഫർദ് നിസ്കാരം പോലും നിസ്കരിച്ചില്ലെങ്കിൽ ഉമ്മമാരെ, നമ്മളോട് അല്ലാഹുവിന്റെ ചോദ്യം വരൂലേ? എന്തിനാണ് ഈ മരക്കള്? എനിക്ക് മരോളുണ്ട് എന്ന് പറയാനോ? എന്തിനാണ് ഈ പേരക്കുട്ടികള് എണ്ണം കണക്കാക്കി പറയാനോ? എന്തിനാ ഈ പെൺമക്കള്? ഇവരോടൊപ്പം നന്മയിലായിട്ട് നമ്മൾ ജീവിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശൈലിയാണ് വീട്ടിൽ വെച്ച് സഹോദരിമാർ ജമാഅത്ത് നിസ്കരിക്കണം. റമദാനിൽ മാത്രം സഹോദരിമാർക്ക് ഒരു തറാവീഹിന്റെ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കാന്നുള്ള അങ്ങനെ എവിടെ കാണുന്നില്ല. ഉണ്ടെങ്കിൽ ഉസ്താദ്മാര് പറയുന്ന തിരിച്ചു പറയുന്ന അങ്ങനെ ഉണ്ടാ. റമദാനിൽ മാത്രം നമ്മളെ വീട്ടിലെ പെണ്ണുങ്ങന്മാരൊക്കെ കൂടിയിട്ട് തറാവീഹ് ജമാഅത്തായി നിസ്കരിക്കണം. ആ റമദാൻ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ജമാഅത്ത് ഒഴിവാക്കണം. തറാവീഹ് നിങ്ങൾ ജമാഅത്തായിട്ടോ ഒറ്റക്ക് എങ്ങനെ നിസ്കരിച്ചോളൂ. അതിനേക്കാളും വലിയ മഹത്വമുള്ള നിസ്കാരമാണ് ഫർദ് നിസ്കാരം. ഇനി എത്ര ഉന്തി തള്ളിയാലും പ്രചോദിപ്പിച്ചാലും ജമാഅത്തിന് പള്ളിയിൽ പോകാത്ത ഭർത്താവാണെങ്കിൽ, അല്ലെങ്കിൽ അസൗകര്യമുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ മടിയൊക്കെ ഉള്ള ആളാണെങ്കിൽ മൂപ്പരെ പതുക്കെ ഒന്ന് തൊട്ടുരുമ്പി എഴുന്നേൽപ്പിച്ച് ഇമാമാക്കി നിർത്തിയിട്ട് ഒരു ജമാഅത്ത് അങ്ങ് നിസ്കരിക്കണം. സുബൈക്കൊക്കെ ളുഹറിനൊന്നും ചിലപ്പോൾ ആളെ കിട്ടിയില്ല എന്ന് ഒരാൾ ജോലിക്കൂലേ, സുബൈ കിട്ടുമല്ലോ. അപ്പൊ സുബൈക്ക് മുപ്പരോട് എണീക്ക്, നിങ്ങൾ ഏതായാലും പള്ളിക്ക് പോകുന്നില്ല, എനിക്കൊരു ഇമാമായിട്ട് നിങ്ങൾ തിരിച്ചു പറ്റൂലല്ലോ. ഞാൻ നിങ്ങൾക്ക് ഇമാകാൻ പറ്റൂല, നിങ്ങൾ എനിക്ക് ഇമാമാകാനേ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് എണീറ്റ് ജമാഅത്തായി നമുക്ക് നിസ്കരിക്കുക. എത്ര വലിയ ബർക്കത്തുണ്ടാവും അറിയോ? വീട്ടിൽ ബർക്കത്ത് ആവശ്യമല്ലേ? ആവശ്യമുണ്ടോ? ആർക്കും ആവശ്യമല്ലേ? നമുക്ക് വേസല്ലാത്തല്ലേ പിരിയാ. വീട്ടിൽ ബർക്കത്ത് ആവശ്യമുള്ളവർക്ക്, സമ്പത്തിൽ ബർക്കത്ത് ആവശ്യമുള്ളവർക്ക്, കുടുംബത്തിൽ ബർക്കത്ത് ആവശ്യമുള്ളവർക്ക് ഏറ്റവും കൂടുതൽ പരിഗണിക്കാൻ വേണ്ടി മഹാന്മാര് പറയുന്ന ഒരേ ഒരു കാര്യം ജമാഅത്ത് നിസ്കാരമാണ്. ഹദീസിൽ കാണാം, വമൻ തഹാവന സ്വലാത്ത ബിൽ ജമാഅ, ജമാഅത്ത് നിസ്കാരത്തെ ഒരാൾ ലാഘവത്തോടെ കണ്ടാൽ, ജമാഅത്ത് നിസ്കരിക്കാൻ താല്പര്യമില്ല, പള്ളിയിൽ പോയിട്ടും വീട്ടിൽ നിന്നും ജമാഅത്ത് നടത്താൻ താല്പര്യമില്ല,
യർഫഉല്ലാഹുൽ ബറകത മിൻ ഉൻദിഹി, അവന്റെ ആയുസ്സിൽ നിന്ന് അല്ലാഹു ബറക്കത്ത് എടുത്തു മാറ്റുന്നു. നാളെ ബറാത്ത് രാവല്ലേ അല്ലേ? ബറാത്ത് രാവിലെ നമ്മൾ യാസീൻ ഓതണ. യാസീൻ എന്തിനാ? ആയുസ്സിൽ ബർക്കത്ത് ഉണ്ടാകാനല്ലേ ഒരു യാസീന്. യാസീൻ കൊണ്ട് മാത്രം ബർക്കത്ത് ഉണ്ടാവുമോ? ഉണ്ടാവോ? എന്നാ പിന്നെ അത് മാത്രം ചെയ്തിട്ട് പിന്നെ തടി സലാമത്താക്കിയാൽ മതിയല്ലോ. അതുപോരാ, ജമാഅത്ത് നിസ്കാരം പതിവാക്കുന്നു, ആയുസ്സിൽ അല്ലാഹു ബർക്കത്ത് തരും. ഏറ്റവും കൂടുതൽ ജമാഅത്ത് പതിവാക്കി പഠിപ്പിച്ച നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ രണ്ട് ആളുകളുടെ തോളിൽ കൈവച്ച്, ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെയും അലി റളിയല്ലാഹുവിന്റെയും തോളിൽ കൈവച്ച് കാലിന്റെ തള്ളവിരല് മാത്രം നിലത്തുകൂടെ ഇങ്ങനെ വരി വരിയായി വലിച്ച് അവരുടെ ശരീരത്തിൽ ഭാരം തൂക്കിയിട്ട് പള്ളിയിലെ ജമാഅത്തിന് വന്നുപോയി. അത്ര തങ്ങൾ ഇഷ്ടപ്പെട്ടൊരു അമല് വേറെ കാണാൻ പറ്റൂല. നമ്മുടെ ആയുസ്സിൽ അല്ലാഹു തരുന്ന ബറക്കത്തിന്റെ വലിയ നിദാനമാണ് ജമാഅത്ത് നിസ്കാരം. സഹോദരങ്ങളെ, സഹോദരിമാരെ, ജമാഅത്ത് നിസ്കാരം പതിവാക്കണം. ഒരു ഒഴിവും നമ്മൾ അതിന് സ്വീകരിക്കരുത്. വീട്ടിൽ വെച്ച് ജമാഅത്തായി നിസ്കരിക്കണം. സഹോദരിമാര്, പള്ളിയിൽ വരാന് ഒരുപക്ഷെ തുനിയുന്നില്ലെങ്കിൽ പുരുഷന്മാര് ജമാഅത്ത് മുടക്കിപ്പോകണ്ട. എന്നാലും ജമാഅത്തിന്റെ മഹത്വം കിട്ടുമല്ലോ. വീട്ടിൽ വെച്ചെങ്കിലും അത് നിർവഹിക്കണം. കഴിയുമ്പോൾ കഴിയുന്ന ആളുകളൊക്കെ പള്ളിയിലേക്ക് തന്നെ വരാൻ വേണ്ടി ശ്രമിക്കണം. വലിയ മഹത്വമുള്ള സംഗതിയാണ് ജമാഅത്ത്. അത്ര വലിയ ബറക്കത്തുള്ളൊരു സംഗതി ജീവിതത്തിൽ വേറെ ഇല്ല. ജമാഅത്ത് നിസ്സാരവൽക്കരിച്ചാൽ ബറക്കത്ത് നീങ്ങിപ്പോകും. മാത്രമല്ല, മഹാന്മാര് പഠിപ്പിച്ചു, ഹദീസിൽ പഠിപ്പിച്ചു, ജമാഅത്ത് നിസ്സാരവൽക്കരിക്കുന്ന ആളുകളുടെ മുഖത്തിൽ നിന്ന് സ്വാലിഹീങ്ങൾ അടയാളം എടുത്തു മാറ്റപ്പെട്ടുപോയി. കണ്ടാൽ ഒരു സ്വാലിഹാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. നമ്മുടെ കാഴ്ചയിൽ മാത്രമല്ല, മലക്കുകളുടെ കാഴ്ചയിലും മഹാന്മാരുടെ ദൃഷ്ടിയിലും സ്വാലിഹീങ്ങളെ അടയാളങ്ങളുണ്ട്. ആ അടയാളം നമ്മിൽ നിലനിന്ന് കിട്ടാനുള്ള മാർഗം കൂടിയാണ് ജമാഅത്ത് നിസ്കാരം. നിങ്ങൾ കണ്ടില്ലേ, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു വലിയ സ്ഥാനം നൽകിയ ആളല്ലേ ഇൽമു പഠിക്കുന്ന മുതഅല്ലിമ്. ആ ഇൽമു പഠിക്കുന്ന മുതഅല്ലിമിനോട് മഹാനവറുകൾ ചോദിക്കുന്നുണ്ട്, വലിമത്തഅല്ലുമു ഇൻ തകും തതസാഹലു ഫീ മിസ്ലി ഹാദർ റിബ്ഹി അഖ്സറ അജ്ഹലാ. ഇത്രയും വർധനവ് പ്രതിഫലം ലഭിക്കുന്ന ജമാഅത്ത് നഷ്ടപ്പെടുത്തിയിട്ട് പിന്നെന്ത് പഠനമാ മോനെ? വലിമത്തഅല്ലുമു, എന്ത് പഠനം കിട്ടാനാണ്? എന്ത് പഠിക്കാനാണ്? ഇൻ തകു തതസാഹലു ഫീ മിസ്ലി ഹാദർ റിബ്ഹി അഖ്സറ അജ്ഹലാ. ഈ വലിയ ലാഭം കിട്ടുന്ന അമല് ഒഴിവാക്കിയിട്ട് നഷ്ടം വാരിക്കൂട്ടിയിട്ട് എന്ത് പഠനം പഠിക്കാനാണ്? മദീന മുനവ്വറയിലെ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന സ്വഹാബിമാർ മദീന പള്ളിയിൽ നിന്ന് വാങ്കുവിളി കേട്ടാൽ അവര് കച്ചവടം നിർത്തിപ്പോയി. കച്ചവടം അവസാനിപ്പിച്ചു പോയി. ഇനി നിസ്കാരത്തിന്റെ ശേഷമാണ് കച്ചവടം. ബിസിനസ്സിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന സ്വഹാബിമാര് ബിസിനസ് ഒരു ഭാഗത്ത് അവസാനിപ്പിച്ച് പള്ളിയിലേക്ക് നീങ്ങിപ്പോയി. അവരെ പറ്റി അല്ലാഹു ഖുർആനിൽ എടുത്തു പറഞ്ഞു പോയി, റിജാലുൻ, അവര് ഒന്നാം തരം ആൺകുട്ടികളാ. ഒന്നാം തരം പൗരുഷത്തിന്റെ അടയാളം ശരീരത്തിന്റെ കരുത്തും മെരുത്തും കാണിക്കലല്ല, അത്യാവശ്യം നല്ല യോഗാഭ്യാസം നേടിയിട്ടുണ്ട് എന്ന് കാണിക്കലല്ല. പൗരുഷത്തിന്റെ ഏറ്റവും വലിയ ബഹുമാനം എന്താണെന്നറിയോ? ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സക്കാ. ഏത് ബിസിനസ്സിലേക്ക് പോയാലും ഏത് കച്ചവടത്തിലേക്ക് പോയാലും അല്ലാഹു തആല പഠിപ്പിച്ച ദിക്ർ ഒന്നും വിട്ടുപോകൂല. വ
സംഘടിത നിസ്കാരം മാറിപ്പോകൂല. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഷട്ടർ താഴ്ത്തിയിട്ട് അവര് പള്ളിയിലെത്തിപ്പോയി. ആര്? മദീന മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന മഹാന്മാർ. അവർക്ക് അള്ള കൊടുത്ത സാമ്പത്തിക ബർക്കത്ത് അറിയോ നിങ്ങൾക്ക്? എത്ര സമ്പത്താ അള്ള അവർക്ക് കൊടുത്ത. ഈ ജമാഅത്തിനൊക്കെ കറക്റ്റായി എത്തുന്ന മഹാന്മാർക്ക് ഒറ്റ ഉദാഹരണം ഞാൻ പറയാ. മദീനയിൽ ചെന്നപ്പോ വളരെ ഫഖീറായി തീർന്നിരുന്ന മഹാനാണ്. 5 കാശ് കയ്യിലില്ലാതെ മദീനയിലെത്തിയ മഹാനാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ₹1 കയ്യിലില്ല. മക്ക വിട്ട് മദീനയിലേക്ക് പോയ മഹാനാണ്. ഹിജ്റ പോയ മഹാനാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ നറുക്ക് വീണ അൻസാരിയായ സ്വഹാബി പറഞ്ഞു, എനിക്ക് മദീന മാർക്കറ്റിൽ ഒരു കടയുണ്ട്. ഈമാനികമായിട്ട് അവരെ ബന്ധം നോക്കണം. മദീന മാർക്കറ്റിൽ എനിക്കൊരു കടയുണ്ട്. നാളെ നിങ്ങൾ മാർക്കറ്റിലേക്ക് വരണം. ഞാൻ അതിനൊരു ഇടച്ചുമര് വെച്ച് തരാം. എന്തിന്? പകുതി നിങ്ങൾ കച്ചവടം ചെയ്തോളൂ, പകുതി ഞാനും ചെയ്തോളാം. നിങ്ങൾ അങ്ങനെ ജീവിതത്തിന്റെ ഉപജീവന മാർഗം സംഭരിച്ചോളൂ. അങ്ങനെ ലോകത്താരെങ്കിലും പറയോ സഹോദരന്മാരെ? അൻസാറുകളുടെ ഒരു മനസ്സ് നോക്ക് നിങ്ങൾ. കാശിനല്ല, ഈമാനിന്റെ പേരിലാണ് കൊടുക്കുന്നത്. എനിക്ക് 2 ഭാര്യമാരുണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഏറ്റവും അഴകേതാണോ തോന്നുന്നത് അതിനെ ഞാൻ അങ്ങ് ത്വലാഖ് ചൊല്ലിത്തരാം. യുദ്ധകാലം കഴിഞ്ഞിട്ട് നിങ്ങൾ നിക്കാഹ് ചെയ്ത് ഇണയാക്കി വെച്ചോളൂ. സുബ്ഹാനല്ലാഹ്, ഈമാനിന്റെ പേരിൽ കൊടുക്കുന്നൊരു ബഹുമാനമാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെ കച്ചവടത്തിൽ ഇടച്ചുമരൊന്നും വെക്കണ്ട. കച്ചവടം ചെയ്യേണ്ട രൂപഭാവങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരണം. ഒരു 20 ദീനാർ കടം തരണേ. ഞാനും ഒരു കച്ചവടം ആരംഭിക്കട്ടെ. ആ കച്ചവടം ചെയ്ത് 1 മാസമാകുമ്പോഴേക്ക് ഈ സ്വഹാബിയിൽ നിന്ന് കടം വാങ്ങിയ 20 ദീനാർ കടം വീട്ടി. ലാഭം വന്നു. 2 വർഷമാകുമ്പോഴേക്ക് കച്ചവടത്തിന്റെ ലാഭം ഏറെ വന്നുപോയി. എത്ര തിരക്കുള്ള കച്ചവടമാണെങ്കിലും ബിലാൽ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ കലിമത്തു തൗഹീദിന്റെ വചനങ്ങൾക്ക് തുടക്കം കുറിച്ചാൽ കച്ചവടം അവിടെ അവസാനിപ്പിച്ചു പോയി. ഇനി നിസ്കാരത്തിന്റെ ജമാഅത്ത് കഴിഞ്ഞിട്ടേ കച്ചവടമുള്ളൂ. മഹാനവറുകൾക്ക് 1 വർഷം കൊണ്ട് അല്ലാഹു തആല വലിയ ലാഭം കൊടുത്തു. 1 ദീനാർ പോലും കയ്യിലില്ലാത്ത മഹാനവറുകൾ സുബ്ഹാനല്ലാഹ് വാഹനം വാങ്ങി, വീട് വെച്ചു, മദീനയിൽ സ്ഥലം വാങ്ങി, എല്ലാ സൗകര്യങ്ങളും അല്ലാഹു കൊടുക്കുകയാണ്. എന്താണ് ആ ബറക്കത്തിന്റെ കാരണമെന്നറിയോ? ജമാഅത്ത് നിസ്കാരമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന നേരത്തൊക്കെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു 10,000 ദിർഹം 20,000 ദിർഹം ലാഭമാ കിട്ടുന്നത്. ലാഭം, കച്ചവടത്തിന്റെ മുതൽ മുടക്കല്ല, കിട്ടുന്ന ലാഭം. പിന്നീട് സ്വഹാബത്തൊക്കെ വരിവരിയായി നോക്കി നിൽക്കും. നമ്മുടെ നാട്ടിൽ ജാഥ പോകും പോലെ പോകും. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ഗോഡൌണിലേക്കുള്ള ഒട്ടകങ്ങൾ, കുതിരകൾ, 700 ഒട്ടകത്തിന്റെ പുറത്താണ് കുതിര ഗോഡൌണിലേക്കുള്ള ചരക്ക് വന്നിരുന്നത്. അപ്പൊ എത്രയുണ്ട് കച്ചവടം? നമ്മുടെ നാട്ടിൽ എത്ര ലോറി കണക്കൂട്ടണം? 700 ഒട്ടകത്തിന്റെ പുറത്ത് മദീനയിലേക്ക് ചരക്ക് വരുമ്പോ സ്വഹാബ പുറത്തിറങ്ങി നോക്കി നിൽക്കുക. ഈ നാട്ടിലൂടെ ഒരു 25 ലോറി വരിവരിയായി പോയാൽ ആൾക്കാരൊക്കെ നോക്കും, കുറെ ആൾക്കാർ ഫോട്ടോ കൊടുക്കും. കാരണം അങ്ങനെ വരിവരിയായി പോകുന്ന അനുഭവമല്ല. അതുകൊണ്ട് ഇതെന്താ നോക്കും, അത് അവിടെ പാലക്കാട് ടൗണിൽ ഒരു മുതലാളി കച്ചവടം തുടങ്ങിയിട്ട് അങ്ങോട്ട് ഗോഡൌണിലേക്ക് പോകുന്നതാണ്. സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ മിനിറ്റ് ഒന്ന് ഫോട്ടോ എടുക്കട്ടെ എന്ന് പറയും. ഇത് 700 ഒട്ടകത്തിന്റെ പുറത്തല്ലേ ചരക്ക് വരുന്നത്. അപ്പൊ അല്ലാഹു തആല കൊടുത്ത ബറക്കത്ത് എത്ര സഹോദരങ്ങളെ! ഈ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അല്ലാഹു കൊടുത്ത ബറക്കത്ത് എത്രേ! ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞാണ്. മദീനയിൽ എത്തുന്ന സമയത്ത് ഒരൊറ്റ രൂപ പോലും കയ്യിലില്ലാത്ത മഹാൻ. നമുക്കൊക്കെ ആഗ്രഹമുണ്ട്, എന്തറിയോ, സദങ്ങൾ അപ്പറയും പോലെ എനിക്കൊന്നാകണം.
ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. ആഗ്രഹം അള്ളാഹു തൗഫീഖ് തരട്ടെ. ചെറിയൊരു ശ്രമം കൂടി നമ്മളെ ഭാഗത്തുനിന്ന് വേണം. എന്താണ് ആ ശ്രമം? കഴിവിന്റെ പരമാവധി ജമാഅത്ത് നിസ്കാരത്തിൽ സംബന്ധിക്കണം. പള്ളി മേലോട്ട് എടുക്കണം എന്തിനാ? ജമാഅത്തിന് ആൾക്കാർ കൂട്ടം കൂട്ടായി വരാനാണ്, വെറുതല്ല. ജമാഅത്തിന് ആളുകൾ കൂട്ടം കൂട്ടമായി ഒഴുകാനാണ്. ജമാഅത്തിന് വന്നിട്ടില്ലെങ്കിൽ സഹോദരിമാരോട് ചോദ്യമല്ല, പക്ഷേ പുരുഷന്മാരോട് ചോദ്യമുണ്ട്, ആണുങ്ങളോട് ചോദ്യമുണ്ട്. ഉമ്മമാരെ നിങ്ങൾ പ്രേരണ കൊടുക്കണം. ഒന്ന് പ്രേരിപ്പിച്ചൂടായിരുന്നില്ലേ എന്നല്ല നമ്മളോട് ചോദിച്ചാൽ നമ്മളെ ഭാഗത്തുനിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണ്ടേ? ചോദ്യങ്ങളുണ്ടല്ലോ, എല്ലാവരോടും ചോദ്യമുണ്ട്. വാദ് പറയുന്ന എന്നോടും ചോദ്യമുണ്ട്, കേൾക്കുന്ന നിങ്ങളോടും ചോദ്യമുണ്ട്. ഫലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്നൽ മുർസലീൻ. പ്രബോധിതരായ ജനങ്ങളോട് നമ്മൾ ചോദ്യം ചെയ്യും, പ്രബോധകന്മാരോടും നമ്മൾ ചോദ്യം ചെയ്യും. ആരെയും അങ്ങ് വെറുതെ വിടൂല. പ്രബോധകന്മാരായ അംബിയായിനോടും മൗലിയായിനോടുമൊക്കെ അള്ളാഹുവിന്റെ ചോദ്യം വരുന്നു. ഫലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം. പ്രബോധിതരായ ജനങ്ങളോട് ചോദ്യമുണ്ട്. നമ്മളോട് നമുക്ക് ഇൽമു പകർന്നു തന്ന പഠിപ്പിച്ചു തന്ന ആളുകളില്ലേ, അവര് നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്തു എന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കുകയാണ്. വലനസ്അലന്നൽ മുർസലീൻ. പ്രബോധിതരായ ആള്, പ്രബോധകന്മാരായ മഹാന്മാര്, അവരോട് അള്ളാഹുവിന്റെ ചോദ്യമുണ്ട്. എന്തിനാണ് അവരോട് ചോദിക്കുന്നത്? നിങ്ങൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടില്ലേ? കൊടുത്തിട്ടുണ്ട് അല്ലാ, പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അല്ലാ. നാളെ ആഖിറത്തിൽ ജനങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രബോധകന്മാരായ മഹാന്മാര് പറയും, ഞങ്ങളതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാഹു തആലാക്ക് അറിയാഞ്ഞിട്ടാണോ സഹോദരന്മാരെ സഹോദരിമാരെ ചോദിക്കുന്നത്? ഒരിക്കലുമല്ലേ അല്ല. റബ്ബിന്റെ ദീനിന്റെ നിർബന്ധമായ കാര്യങ്ങൾ, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നിർബന്ധമായ കാര്യങ്ങൾ ഉലമാ നമ്മളെ പഠിപ്പിച്ചതിനെ സംബന്ധിച്ച് നമ്മൾ എത്ര ഉൾക്കൊണ്ടു എന്ന് അള്ളാഹുവിന്റെ ചോദ്യമുണ്ട്. അവരെത്ര പഠിപ്പിച്ചു തന്നു എന്ന് അള്ളാഹുവിന്റെ ചോദ്യമുണ്ട്. അള്ളാഹു പറയുന്നു, ഫലനഖുസ്സന്ന അലൈഹിം ബിഇൽമിൻ വമാ കുന്നാ ഗായിബീൻ. ഫലനഖുസ്സന്ന അലൈഹിം ബിഇൽമിൻ. നമ്മൾ അവരെ ഒന്ന് പരിശോധിക്കും, ചോദ്യം ചോദിച്ചിട്ട്. ബിഇൽമിൻ, ബോധപൂർവമാണ് പരിശോധന. നമുക്കെല്ലാം അറിയാം എത്ര പേര് പറഞ്ഞിട്ടുണ്ട്, എത്ര മറ്റുള്ളവർ കേട്ടിട്ടുണ്ട് എന്ന് എല്ലാം നമുക്ക് അറിയും. വമാ കുന്നാ ഗായിബീൻ. ഒരു നബി വാദ് പറഞ്ഞപ്പോഴും ഒരു ആലിമ് പഠിപ്പിച്ചു കൊടുത്തപ്പോഴും നമ്മൾ അശ്രദ്ധയിലല്ല. അല്ലാഹ് പറയുന്നു, വമാ കുന്നാ ഗായിബീൻ. ലോകത്ത് ഏത് നബി പ്രബോധനം നടത്തുന്നോ നമ്മുടെ സാന്നിധ്യം അവിടെയുണ്ട്. ഒരു സെക്കൻഡ് പോലും അല്ലാഹു തആലാക്ക് ഗൈബത്തില്ലല്ലോ, അല്ലാഹ് മറഞ്ഞു നിൽക്കുന്നില്ലല്ലോ. ലാ തഖുദുഹു സിനതും വലാ നൗം. 24 മണിക്കൂറും എല്ലാ നിലക്കുമുള്ള നിരീക്ഷണവും വീക്ഷണവും റബ്ബിന് സ്വന്തമാണല്ലോ. സാറ്റലൈറ്റ് പോലും സഹോദരന്മാരെ യന്ത്ര തകരാറ് മൂലം നിർദ്ദേശങ്ങൾ നൽകാത്ത സമയങ്ങൾ ഉണ്ടാകാറുണ്ട്. നിങ്ങൾ കണ്ടില്ലേ എയർപോർട്ടിലേക്ക് വരുന്ന വിമാനം, എയർപോർട്ടിൽ നിന്ന് കുതിച്ചുയർന്ന വിമാനം 1.5 മണിക്കൂർ സമയം കഴിഞ്ഞപ്പോ അതിന്റെ കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടു പോയി. ഇവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് വിവരം കിട്ടുന്നില്ല, റഡാറിൽ നിന്നും വിവരം കിട്ടുന്നില്ല, മറ്റു ഉപകരണങ്ങളിൽ നിന്നും വിവരം കിട്ടുന്നില്ല, കണക്ഷൻ അറ്റുപോയി. അപ്പോഴേക്ക് വിമാനത്തിന്റെ ഉള്ളിലുള്ള പൈലറ്റ് അപായ സൂചനയുടെ സൈറൻ മുഴക്കിപ്പോയി. വിമാനത്തിലുള്ളവർ മുഴുവനും ഒച്ച വെക്കാൻ തുടങ്ങി. ഒരു സെക്കൻഡ് സമയങ്ങളെ കൊണ്ട് കണക്ഷൻ വിട്ടെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, ഫലനഖുസ്സന്ന അലൈഹിം ബിഇൽമിൻ വമാ കുന്നാ ഗായിബീൻ.
ഭൗതിക ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോ മനുഷ്യന്മാരായ നമ്മളോട് പറയാണ്, നിങ്ങളെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഒപ്പിയെടുത്തിട്ടുണ്ട്, പിന്നെന്തിനാ റബ്ബേ ഒരു ചോദ്യം ചെയ്യുന്ന സ്വഭാവം? അത് മറ്റുള്ളവരെ മുന്നിൽ ബോധ്യപ്പെടുത്താനാണ്, ഓരോരുത്തർക്കും സത്യം ബോധ്യപ്പെട്ട് മനസ്സിലാകാനാണ്. എന്റെ വിഷയം അല്ലാഹു എന്നോട് ചോദിക്കുന്നത് എനിക്ക് ബോധ്യപ്പെടുത്തി തരാനാണ്. ഞാൻ എത്രത്തോളം പ്രവർത്തിച്ചിട്ടുണ്ട്, എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ട്, എത്രത്തോളം അനുസരിച്ചിട്ടുണ്ട് എന്നെനിക്ക് ബോധ്യപ്പെടുത്തി തരാനാണ്. ആരെയും ബോധ്യപ്പെടുത്താതെ റബ്ബ് സുബ്ഹാനഹു വ തആല മുന്നോട്ട് നീക്കൂല. എല്ലാ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അല്ലാഹു ബോധ്യപ്പെടുത്തുകയാണ്. റബ്ബിന്റെ ഔദാര്യമാണ്. ഒരാളെയും അല്ലാഹു തആല വെറുതെ ശിക്ഷിക്കുന്നില്ല, വെറുതെ ചോദ്യം ചെയ്യുന്നില്ല. അപ്പൊ എല്ലാ ടൈമും നിരീക്ഷിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുകയാണ്. അവരവർ ചെയ്ത അമലുകളെ കുറിച്ച്, വിശ്വാസത്തെ കുറിച്ച്, കർമ്മങ്ങളെ കുറിച്ച്, അനുഷ്ഠാനങ്ങളെ കുറിച്ച് ചോദിക്കുകയാണ്. അതുകൊണ്ട് ബറക്കത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമായ ജമാഅത്ത് നിസ്കാരം സഹോദരിമാരുപേക്ഷിക്കരുത്, പുരുഷന്മാരുപേക്ഷിക്കരുത്. എല്ലാവരും ജമാഅത്ത് ലാസിമാക്കണം. സ്വഹാബിമാർക്ക്, താബിയുകൾക്ക്, തബഉ താബിയുകൾക്ക്, ഉലമാക്കൾക്ക് ഒക്കെ ബറക്കത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ജമാഅത്ത് നിസ്കാരമാണ്. ഇന്നും നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. പേരൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. 50 കൊല്ലമായിട്ട് ഒരു ജമാഅത്തും മുടങ്ങാത്ത ആലിമ് ഇന്നും കേരളത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എന്താണ് ആ ജീവിതത്തിന്റെ സൗന്ദര്യം? 50 കൊല്ലമായിട്ട് ഒരു ജമാഅത്ത് പോലും മുടങ്ങിപ്പോകാത്തൊരു ആലിമ്. അല്ലാ അല്ലാ, കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷം തോന്നുന്നില്ലേ? സ്വഹാബിമാരൊക്കെ ജമാഅത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തത് അങ്ങനെയാ. ഒരു നിസ്കാരത്തിൽ ഒരൊറ്റ റക്അത്ത് ഉമ്മമാരെ മസ്ബൂക്കായി പോയതിന് കരഞ്ഞ് 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 സങ്കടം കൊണ്ട് വല്ലാതെ വിഷമിച്ചു പോയ മഹാനാണ് സയ്യിദുനാ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. സുബഹി നിസ്കാരത്തിൽ ഒരൊറ്റ റക്അത്തിന് മസ്ബൂക്കായി പോയി. അവ്വല് വക്ത് മുടങ്ങിയിട്ടില്ല. ആദ്യത്തെ ജമാഅത്ത് നഷ്ടമായിട്ടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ അല്ലാതെ ആ നിസ്കാരം പൂർത്തിയാക്കിയിട്ടില്ല. പക്ഷേ ജമാഅത്തിനെത്തിയപ്പോ രണ്ടാമത്തെ റക്അത്തിലെത്തി. ഒരു റക്അത്ത് നബി തങ്ങളോടൊപ്പം നിസ്കാരം കിട്ടാത്തത് കൊണ്ട് വലിയ സങ്കടം വന്നുപോയി. കുറെ കാലം മനസ്സിന്റെ വേദനയാണത്. മനസ്സുകൊണ്ട് വല്ലാത്ത വിഷമമാണ്, ദുഃഖമാണ്. റബ്ബേ, എന്റെ ഒരു റക്അത്ത് പിന്നിലായി പോയല്ലോ. ഒരു റക്അത്ത് നിസ്കാരം എനിക്ക് മുടങ്ങിപ്പോയല്ലോ. ഖളായിട്ടില്ല സഹോദരങ്ങളെ. ഒരു വക്ത് ഖളാക്കിയ മനുഷ്യൻ എത്രയാണ് കരയേണ്ടത് എന്ന് ആലോചിച്ചു നോക്കൂ. ഒരു റക്അത്ത് ജമാഅത്ത് പിന്നിയതിനാണ് ഈ കരയുന്നത്. അവ്വല് വക്ത് മുടങ്ങിയിട്ടില്ല. മദീനത്തെ പള്ളിയിലെ സുബ്ഹിന്റെ ജമാഅത്ത് നമ്മുടെ ഈ നാട്ടിലെ ജമാഅത്ത് പോലെയല്ല, കേരളത്തിലെ ജമാഅത്ത് പോലെയല്ല. സുബ്ഹിന്റെ വാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും, പിന്നെ ഇഖാമത്ത് കൊടുക്കുന്നു. ഇവിടെ അങ്ങനല്ല. ഇവിടെ സമയം കാത്തിരിക്കുന്നില്ലേ? എത്ര മിനിറ്റാ? 15 മിനിറ്റ്. നമ്മളൊക്കെ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. 15 മിനിറ്റ്. പല പള്ളിയിലും അങ്ങനെ 15, 20, 25 മിനിറ്റ് ഒക്കെ ഉണ്ടാവും, സൗകര്യം പോലെ ആളുകൾക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. അതിന് മോശമൊന്നുമില്ല. ഈ രൂപത്തിലുള്ള താമസം പോലും മദീനത്തെ പള്ളിയിൽ ഇല്ല. ബിലാൽ റളിയല്ലാഹു അൻഹു സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ നേരെ ചെല്ലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂമിലേക്ക്. വിരി നീക്കിയിട്ട് ചോദിക്കും, അല്ലാഹുവിന്റെ റസൂലേ, ഇഖാമത്ത് കൊടുക്കല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം കൊടുക്കും. അപ്പൊ നേരെ വന്ന് ഇഖാമത്ത് കൊടുക്കും. ഒരു 2 റക്അത്തിന്റെ താമസിയുള്ളൂ. അത്ര പെട്ടെന്ന് നിസ്കരിക്കുന്ന സുബ്ഹിന്റെ ജമാഅത്ത് ഒരു റക്അത്ത് പിന്നിലായി പോയപ്പോ പൊട്ടിക്കരഞ്ഞു പോയി സയ്യിദുനാ മുആദ് റളിയല്ലാഹു അൻഹു.
മുആദ് റളിയല്ലാഹുവിന്റെ സങ്കടം. ഇത് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഒരു വക്ത് നിസ്കാരം ഖളാ ആക്കിയാൽ എത്ര കരയണം. ഉമ്മമാരെ, ഒരൊറ്റ വക്ത് നിസ്കാരം ഖളാ ആക്കിയ വ്യക്തി എത്രത്തോളം കരയണം. മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിന്റെ ഊക്ക് നോക്ക് നിങ്ങൾ. എത്രമാത്രം വലിയ കടികട്ടിയുള്ള ഈമാനാണ്. ഇന്നും സുബ്ഹി നിസ്കരിക്കാതെ എഴുന്നേറ്റുകൊണ്ട് നിസ്കാരം ഖളാക്കിയിട്ട് റബ്ബ് നൽകിയ ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് ഭൂമിയിലൂടെ ഉല്ലസിച്ച് നടക്കുന്ന മനുഷ്യനാണോ അവൻ? എത്രമാത്രം ഭീകരജീവിയാണ്, എത്രമാത്രം വലിയ ഭാഗ്യദോഷമുള്ളവനാ. ഒരൊറ്റ നേരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഞരമ്പിന് ബ്ലോക്ക് നൽകിയാൽ പരിഹരിക്കാൻ പറ്റുന്ന വൈദ്യന്മാരില്ലല്ലോ, തിരുത്തിക്കൊടുക്കാൻ പറ്റുന്ന സഹായികളില്ലല്ലോ. തായോട്ടിറങ്ങിപ്പോകുന്ന വെള്ളം തായോട്ട് ഇറങ്ങണ്ടാന്ന് അല്ല തീരുമാനിച്ചാല് ഇറക്കി കൊടുക്കാനാരാ? വയറ്റിന്റെ ഉള്ളിലുള്ള ഭക്ഷണം ദഹിക്കേണ്ടതില്ല എന്ന് അല്ല തീരുമാനിച്ചാല് ഏത് മരുന്നിന് ദഹിപ്പിക്കാൻ കഴിയും? ഏത് ഗുളികക്ക് ദഹിപ്പിക്കാൻ കഴിയും? ഏത് ഇഞ്ചക്ഷന് ദഹിപ്പിക്കാൻ കഴിയും? റബ്ബ് തആല തരുന്ന അനുഗ്രഹമൊന്ന് ആലോചിച്ചൂടെ? നിസ്കാരം ഖളാക്കിയ ആള് എങ്ങനെ ഭൂമുഖത്തുകൂടെ നടക്കാനാ? നടക്കുന്ന മണ്ണവനെ ശപിക്കൂലേ? ഭൂമി അവനെ കുറ്റം പറയൂലേ? കാറ്റടിച്ച് വീശുന്ന കാറ്റവനിൽ നിന്ന് മാറിപ്പോകൂലേ? കുടിക്കുന്ന ജലാശയങ്ങൾ അവനെ ആക്ഷേപിക്കൂലേ? ഈ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു സഹോദരിമാരെ സഭയാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് വല്ലാതെ വിഷമിക്കുന്നു. പാതിരാത്രി ആയിട്ടുണ്ടല്ലോ, അല്ലാഹ് ഞാനിപ്പോ വീട്ടിലേക്ക് പോയി അവിടെ ഒന്ന് കിടന്നുറങ്ങിയാല് എനിക്ക് ഒരു റക്അത്ത് ജമാഅത്ത് നഷ്ടമായതിന്റെ സങ്കടം തീർന്നിട്ടില്ല. ഇന്നെനിക്ക് 2 റക്അത്തും നഷ്ടമായിട്ട് സുബ്ഹിന്റെ ജമാഅത്ത് അത്തഹിയ്യാത്തിന് കിട്ടിപ്പോകുമോ? അതുകൊണ്ട് വീട്ടിലേക്കില്ല. മദീന പള്ളിയിൽ നിന്ന് വാങ്ക് വിളിച്ചാൽ കേൾക്കുന്ന ഒരു സ്ഥലത്ത് മരുഭൂമിയിൽ മുണ്ടി വിരിച്ച് കിടന്നുറങ്ങിപ്പോയി. എന്താണ് കാരണമെന്നറിയുമോ? ഒരു റക്അത്ത് ജമാഅത്ത് എനിക്ക് നേരത്തെ നഷ്ടമായി പോയി. ഒരു റക്അത്തിന് ഞാൻ മസ്ബൂഖായി പോയി. അതൊരു തെറ്റല്ല സഹോദരങ്ങളെ, ഒരു കുറ്റവുമല്ല. മുഴുവനും ജമാഅത്തിലാണ് ആ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നത്. അത്തഹിയ്യാത്തിൽ തന്നെ തുടർന്ന ജമാഅത്ത് ഫുള്ള് കിട്ടിയില്ലേ? ഒരു റക്അത്ത് മുഴുവനായി മുത്തുനബി തങ്ങളോടൊപ്പം കിട്ടിയിട്ടുണ്ട്. ഒരു റക്അത്തൊന്ന് പിന്തിപ്പോയതിന് മനസ്സിൽ വന്ന വിഷമമാണ്, ആശങ്കയാണ്. ഇന്നെന്റേത് 2ഉം പോയാൽ എന്റെ സങ്കടത്തിന് കയ്യും കണക്കുമില്ല. അതുകൊണ്ട് വീട്ടിലേക്കില്ല, മരുഭൂമിയിൽ കിടന്നുറങ്ങുകയാണ്. ജമാഅത്ത് നിസ്കാരത്തിന് പോകാൻ വേണ്ടിയിട്ട് സുബ്ഹാനല്ലാഹ് വാല് നീട്ടിയിട്ട് നിങ്ങളെ ജമാഅത്ത് ഞാൻ മുടക്കൂല. നിങ്ങളൊക്കെ പരിസരത്ത് തന്നെയാണ്, കുറച്ച് ഓടിയാൽ വീട്ടിലേക്കെത്തും. ഞാൻ പിന്നെയും 4-5 മണിക്കൂർ ഓടണം എൻ്റെ വീട്ടിലേക്കെത്താൻ. എനിക്കതിൽ പരാതിയൊന്നുമില്ല. നമ്മളെ വരവും പോക്കും ഒക്കെ നല്ല നിയ്യത്തോടെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നല്ല സദസ്സിൽ സംബന്ധിക്കാനാണല്ലോ നമ്മൾ വന്നത്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഓരോ വരവും ഓരോ ഇരുത്തും ഓരോ സെക്കൻഡും അള്ളാഹിന്റെ മാർഗത്തിലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ ഉമ്മമാരോട് പെങ്ങന്മാരോട് സ്നേഹബുദ്ധിയ ഉണർത്തട്ടെ. ഇടയ്ക്ക് വെച്ച് ഞാൻ പറയട്ടെ, വിശുദ്ധ റമളാനാണ് വരുന്നത്. റമളാനു ഷരീഫിൽ ഒരുപാട് സൽക്കാരങ്ങൾ നടക്കാനുണ്ട്. ഇക്കൊല്ലം കല്യാണങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ ലോക്ക്ഡൌണിന്റെ കല്യാണം കൂടി പരിഹരിച്ച് ഇക്കൊല്ലം നടത്തിയതാണ്. അപ്പൊ സൽക്കാരങ്ങളെ എണ്ണം കൂടി പോകും. സൽക്കാരം നിങ്ങൾ നടത്തിക്കോ, ഞാനതിന് എതിരൊന്നുമല്ല. ഏത് സൽക്കാരത്തിൽ പങ്കെടുത്താലും മഗ്രിബ് ഖളാ ആക്കി പോകണ്ട. ഒരു സൽക്കാരവും നിസ്കാരത്തിന് പകരമാകൂല. ഒരു പുണ്യകർമ്മവും നിസ്കാരത്തിന്റെ സ്ഥാനത്ത് നിൽക്കൂല. ഒരു സഹോദരനോ സഹോദരിയോ മരണപ്പെട്ടു എന്ന് നിങ്ങൾ കൂട്ടിക്കോളൂ.
ആ സഹോദരന്റെ പരടിയിൽ നോമ്പ് നിർബന്ധമായതുണ്ട്. മഹാന്മാര് പറഞ്ഞല്ലോ, ബന്ധുക്കൾ നോറ്റാൽ ആ നോമ്പ് വീടിപ്പോകും. അതേ ആ നോമ്പിന് പകരം മുദ്ദ് കൊടുത്താലും ബന്ധുക്കൾ വീട്ടിയാലും നോമ്പിന് പരിഹാരമാകും. ഈ മരിച്ചുപോയ മനുഷ്യന്റെ പരടിയിൽ നിർബന്ധമായ ഹജ്ജുണ്ട് എന്ന് കരുതിക്കോളൂ. കുടുംബക്കാരോ മറ്റാരോ അയാൾക്ക് വേണ്ടി ഒരു ഹജ്ജ് ചെയ്താൽ ഹജ്ജിന്റെ ബാധ്യത വീടിപ്പോകും. ഈ മരിച്ചുപോയ മനുഷ്യന്റെ പരടിയിൽ 10-25 കൊല്ലത്തിന്റെ സക്കാത്തിന്റെ കണക്കുണ്ട് എന്ന് കൂട്ടിക്കോളൂ. വീട്ടിയാൽ ആ സക്കാത്തിന്റെ കണക്കും വീടിപ്പോകും. അതേ സമയത്ത് ഒരു വക്ത് നിസ്കാരം ഖളാ ഉണ്ടെങ്കിലോ, ഒരൊറ്റ വക്ത് നിസ്കാരം ഖളാ ഉണ്ടെങ്കിലോ അത് പരിഹരിക്കാനുള്ള മാർഗമുണ്ടോ? തഹ്ലീൽ കൊണ്ട് അല്ലാഹ് പൊറുക്കുമോ? ജനാസ നിസ്കാരം കൊണ്ട് അല്ലാഹ് പൊറുക്കുമോ? 10,000 ഖുർആനിന്റെ ഖത്മ കൊണ്ട് അല്ലാഹ് പൊറുക്കുമോ? ഇല്ലേ ഇല്ല. നിസ്കാരത്തിന്റെ പകരം നിൽക്കുന്ന ഒരൊറ്റ അമലും വേറെയില്ല. മരിച്ചുപോയ ബാപ്പാന്റെ പേരിൽ, മരിച്ചുപോയ ഉമ്മാന്റെ പേരിൽ ഈ കാണുന്ന മഹല്ലത്തിലുള്ള മുഴുവൻ കുടുംബാംഗങ്ങൾക്കും ഓരോരുത്തർക്ക് വീതം 5 കിലോ മാംസവും 10 കിലോ അരിയും മക്കള് സംഭാവന ചെയ്തു എന്ന് കൂട്ടിക്കോളൂ. ഈ ഒരൊറ്റ വക്തിന്റെ നിസ്കാരത്തിന്റെ ഖളാഇന് അത് പരിഹാരമാകുമോ? ഇല്ലേ ഇല്ല. ഒരൊറ്റ അമലും നിസ്കാരത്തിന്റെ കടം വീട്ടൂല. അത്രയും പ്രത്യേകതയുള്ള ഗൗരവമാർന്ന ഒരു അമല് അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിസ്കാരം മാത്രമാണ്. അതുകൊണ്ട് നിസ്കാരത്തിന് നല്ലോണം ശ്രദ്ധിക്കണം. റമളാനു ശരീഫ് വന്നിട്ടൊരു നിസ്കാരം എങ്ങാനും മുടങ്ങിപ്പോയാൽ അത് കടം വീട്ടാന്, പകരം വീട്ടാൻ ഒരു മാസം വേറെ കിട്ടൂലല്ലോ. റമളാനിലുള്ള നിസ്കാരത്തിന്റെ മഹത്വം ഒന്ന് വേറെയാണ്. റമളാനിലുള്ള നോമ്പിന്റെ മഹത്വം ഒന്ന് വേറെയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ രേഖപ്പെടുത്തിയത് കാണാം. റമളാനിലെ ഒരു ദിവസത്തെ നോമ്പിന് പകരം ഒരു വർഷത്തെ നോമ്പ് മൊത്തവും സമമാകൂല. റമളാനിലെ ഒരു ദിവസത്തെ നോമ്പിന് പകരം ഒരാള് ബാക്കിയുള്ള 10-11 മാസവും നോമ്പ് നോറ്റാലും ആ ഒരു നോമ്പിനത് പകരമാകൂല, സമാനമാകൂല. അത്രയും മഹത്വമുണ്ട് ആ മാസത്തിലെ നോമ്പിന്, അത്രയും മഹത്വമുണ്ട് ആ മാസത്തിലെ നിസ്കാരത്തിന്, അത്രയും മഹത്വമുണ്ട് ആ മാസത്തിലെ ദാനധർമ്മത്തിന്, അത്രയും മഹത്വമുണ്ട് ആ മാസത്തിലെ എല്ലാ സുഹൃതങ്ങൾക്കും. ഒന്നും ഒടിഞ്ഞു പോകാതെ നിർവഹിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നും മാറിപ്പോകരുത്. സയ്യിദുനാ മുആദ് റളിയല്ലാഹുവിന്റെ മനസ്സൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ. സ്വർഗത്തിൽ പോകുന്ന സ്വഹാബിയായ മുആദ് റളിയല്ലാഹു അൻഹു, അവരെ മനസ്ഥിതി എത്രമാത്രം വലിയ ക്ലേശകരമാണ്. വീട്ടിൽ പോയാൽ ഇന്ന് എന്റെ ജമാഅത്ത് മുടങ്ങിപ്പോകും, ജമാഅത്ത് മുടങ്ങിപ്പോകുള്ളൂ, നിസ്കാരമൊന്നും കളാകൂല. സ്വഹാബിയാണത്, നിസ്കാരം അവർക്ക് മുടങ്ങിപ്പോകൂല. ജമാഅത്ത് 2ാമത്തെ റക്അത്തിൽ ഞാൻ അത്തഹിയാത്തിലേറ്റ് പോയി ഇരുന്ന പടച്ചോനെ എന്റെ സങ്കടം തീരൂല, എന്റെ വിഷമം തീരൂല. അതുകൊണ്ട് വീട്ടിൽ പോണ്ട, ഇവിടെ മരുഭൂമിയിൽ ഉറങ്ങാം. മുണ്ട് വിരിച്ചുറങ്ങി. കുറച്ചു നേരം അങ്ങോട്ട് കഴിഞ്ഞപ്പോ ആ വാങ്ക് കേൾക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മുആദ് റളിയല്ലാഹു അൻഹു കണ്ണു തുറന്ന് 4 ഭാഗം നോക്കുന്നു. പടച്ചോനെ, സുബ്ഹിന്റെ വാങ്ക് വിളിക്കാൻ നേരായിട്ടില്ലല്ലോ. ആരാണ് ഈ നേരത്തെ തന്നെ വാങ്ക് കൊടുത്തത്? മദീനത്തെ പള്ളിയിൽ 2 വാങ്ക് വിളിക്കും. ഒരു വാങ്ക് 5 മണിക്കാണ് സുബ്ഹിന്റെ വാങ്കെങ്കിൽ അതിന്റെ 1 മണിക്കൂർ മുമ്പ് മറ്റൊരു വാങ്ക് വിളിക്കും. സുബ്ഹിന്റെ വാങ്ക് വിളിക്കുന്ന മഹാന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ആണ്. സുബ്ഹിന്റെ മുമ്പുള്ള വാങ്ക് വിളിക്കുന്ന മഹാന് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ആണ്. ബിലാൽ റളിയല്ലാഹു അൻഹു വാങ്ക് വിളിച്ചാൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം തങ്ങൾ വാങ്ക് കൊടുക്കുന്ന നേരത്ത് നിങ്ങൾ ഭക്ഷണം മതിയാക്കണം. കാരണം സുബ്ഹിന്റെ നേരമായി എന്നാണ് അതിന്റെ അർത്ഥം. സുബ്ഹിന്റെ നേരമായിട്ട് പിന്നെയും ഭക്ഷണം കഴിക്കാൻ പറ്റൂലല്ലോ. അത്താഴത്തിന്റെ ഭക്ഷണം, നോമ്പ് നോൽക്കുന്ന ആള് അതോടുകൂടെ ഭക്ഷണം നിർത്തേണ്ട സമയമായി.
2 വാങ്ങ് മദീനത്തെ പള്ളിയിൽ പതിവല്ലേ? 2 വാങ്ങും കൊടുക്കേണ്ട നേരമായിട്ടില്ലല്ലോ. ഇപ്പൊ ആരാണ് വാങ്ങ് കൊടുത്തത്? മുആദ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, പടച്ചോനെ ഇബ്ലീസ് എങ്ങാനും വന്ന് വാങ്ങ് വിളിച്ചു പോയോ? ഇബ്ലീസ് സാധാരണ വാങ്ങ് കേട്ട ഓടരല്ലേ? ഇബ്ലീസ് എങ്ങാനും വന്ന് വാങ്ങ് വിളിച്ചു. മഹാനവർകൾ സംശയിച്ചിങ്ങനെ നിൽക്കുമ്പോ ഒരു ഭാഗത്ത് നിന്ന് വിളി, യാ മുആദ്, മുആദേ എന്ന് വിളിച്ചു. ആരാന്ന് ചോദിച്ചു. ആരുമല്ല, നിങ്ങൾ വിചാരിച്ചതുപോലെ ഞാൻ ഇബ്ലീസാണ്. ഇബ്ലീസാണ്, ഞാൻ തന്നെയാ വാങ്ങുകൊടുത്ത്, സംശയമൊന്നും വേണ്ട. എന്തിനാ വാങ്ങുകൊടുത്തെന്നറിയോ? നല്ല യാത്രാ ക്ഷീണം കൊണ്ട് വന്ന് കിടക്കുകയല്ലേ. ഒരു റക്അത്ത് നഷ്ടമായതിന്റെ പേരിൽ, ജമാഅത്ത് പിന്തിപ്പോയതിന്റെ പേരിൽ നിങ്ങൾ കരഞ്ഞ് 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 അല്ലാഹു നിങ്ങൾക്ക് തന്ന ദറജ എനിക്ക് കാണാൻ പറ്റുന്നില്ല. അത്രയും കൂടുതൽ സ്ഥാനം അല്ല നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങളെ മനസ്സിൽ ഓരോ ദിവസവും സങ്കടം കൂടുമ്പോ അല്ലാഹു നിങ്ങൾക്ക് പദവി അങ്ങനെ കൂട്ടി കൂട്ടി തരികയാണ്. കാരണം ആ സങ്കടം വിശുദ്ധിയുടെ അടയാളമാണ്. എന്റെ നന്മ കുറഞ്ഞു പോയോ എന്നുള്ള ചിന്ത ഒരാൾക്ക് വരുന്നത് അയാൾ നല്ല സ്വഭാവക്കാരനായത് കൊണ്ടാണ്. പടച്ചോനെ, ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, എന്റെ ജീവിതം എന്നെ കഴിഞ്ഞു പോയല്ലോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ, കൂടുതൽ കൂടുതൽ ചെയ്യണമല്ലോ എന്ന ചിന്ത മനസ്സിലേക്ക് വരുന്നത് നല്ല മനുഷ്യനാകുമ്പോഴാണല്ലോ ചിന്ത വരുന്നത്. നിങ്ങൾക്ക് അല്ലാഹു തന്ന ദറജ വല്ലാത്ത ദറജയാണ്. ക്ഷീണം കൊണ്ട് ഇന്ന് നിങ്ങൾ 2ാമത്തെ റക്അത്തിൽ അത്തഹിയ്യാത്തിലായിരിക്കും എത്തുക. അപ്പൊ നിങ്ങൾക്ക് വരുന്ന സങ്കടം കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് തരുന്ന സ്നേഹവും ബഹുമാനവും കണക്കില്ലാത്തതാ. അതെനിക്ക് കാണാൻ തന്നെ കഴിയൂല, എനിക്ക് സങ്കല്പിക്കാൻ കഴിയൂല. അതുകൊണ്ട് നേരത്തെ തന്നെ ഞാനങ്ങ് വാങ്ങിക്കൊടുത്തതാണ്. നിങ്ങൾ നേരത്തെ പള്ളിയിലേക്ക് പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ പള്ളിയിലേക്ക് പോകണമെന്ന് മനസ്ഥിതിയോടെ കിടക്കുന്ന ആൾക്ക് പള്ളിയിൽ പോകാൻ സഹായിക്കുന്ന സഹായത്തിന് ഇബ്ലീസ് വരെ വന്നെത്തിപ്പോയി. ആ ജമാഅത്തിന് പോകുക എന്നുള്ള നന്മയില് ആരാണിവിടെ സഹകരിക്കുന്നത്? ആരാണിവിടെ സഹായിക്കുന്നത്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അല്ലേ സഹോദരങ്ങളെ? അത് ചെറിയൊരു സഹായമല്ലല്ലോ. മുആദ് റളിയല്ലാഹു അൻഹു പിന്നെ ഉറങ്ങിയില്ല. മഹാനവർകൾ നേരെ പള്ളിയിലേക്ക് ജമാഅത്തിന് പോയി. അവിടെ എത്തി നോക്കുമ്പോ ഒരൊറ്റ ആളും പള്ളിയിൽ വരുന്ന സമയമായിട്ടില്ല. മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനാണ് ആദ്യം പള്ളിയിലെത്തിയത്. കുറച്ച് കഴിഞ്ഞപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു വരുന്നുണ്ട് വാങ്ങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ പതുക്കെ 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 പള്ളിയിലേക്ക് വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. നന്മയിലുള്ള അവരുടെ ഒരു പ്രതിബദ്ധത എത്ര വലുതാണ്, നന്മയോടുള്ള താല്പര്യം എത്ര വലുതാണ്. ഈ നന്മകളൊക്കെ നമുക്ക് കൺകാഴ്ചയോടെ കാണേണ്ട ഒരു നേരമുണ്ട് പരലോകത്ത്. ഉമ്മമാരെ എല്ലാ നന്മകളും അവിടെ നമ്മൾ കാണും. അവിടെ അല്ലാഹു തആല അതൊക്കെ കാണിക്കാൻ വേണ്ടി, അതിന്റെ കട്ടിയും കനമൊക്കെ കാണിക്കാൻ വേണ്ടി അല്ലാഹു ഒരു മീസാൻ വെച്ചിട്ടുണ്ട്. നമ്മളതിൽ വിശ്വസിക്കുന്നവരല്ലേ? ഖുർആൻ പറയുന്നുണ്ട്, വൽ വസ്നു യൗമഇദിനിൽ ഹഖ്. അന്നത്തെ ദിവസമുള്ള മീസാൻ സത്യമാണ്. നിഷേധിക്കേണ്ട മുഅ്മിനേ, അല്ലാഹ് സത്യമാണ് എന്ന് പറഞ്ഞ കാര്യമാണ്. വൽ വസ്നു യൗമഇദിനിൽ ഹഖ്. അമലുകളെ തൂക്കുന്നു, അല്ലെങ്കിൽ അമലുകളുടെ ഏടുകൾ കൊണ്ടുവന്ന് തൂക്കുന്നു. ആ തൂക്കാൻ അല്ലാഹു ഒരു മീസാൻ വെച്ചിട്ടുണ്ട്. ആ മീസാനിൽ ലഹു ലിസാനുൻ, അതിന് നാവുണ്ട്. വകിഫത്താനി, 2 തട്ടുകളുണ്ട്. ഹദീസിൽ പറഞ്ഞല്ലോ 2 തട്ടുകളുള്ള മീസാനാണ്. കടയിലൊക്കെ നിങ്ങൾ തൂക്കുന്ന തുലാസ് കണ്ടിട്ടില്ലേ? അതുപോലത്തെ തുലാസല്ല. 2 തട്ട് ഇതിനും ഉണ്ട്, ഒരു നാവ് ഇതിനും ഉണ്ട്. സംസാരിക്കുന്ന തുലാസാണോ? അതെ, സംസാരിക്കുന്ന തുലാസാൻ. ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരന്മാരെ, ആ തുലാസിൽ നല്ല കനം തൂകുന്ന അമല് വേണം. തുലാസിൽ നല്ല കനം തൂകുന്ന അമല് വേണം. നമ്മളെ എല്ലാവരുടെയും ജീവിതത്തിൽ അമല് നേടിയെടുക്കണം. അസ്ഖലു മാ യുളഉ ഫിൽ മീസാൻ. മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്നത് ഹുസ്നുൽ ഖുലുഖി, സൽസ്വഭാവമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, മീസാനിൽ ഏറ്റവും കൂടുതൽ ഖനം തൂങ്ങുന്ന അമല് ഹുസ്നുൽ ഖുലുഖാണ്. എന്താണ് ഉസ്താദേ ഹുസ്നുൽ ഖുലുഖ് എന്ന് പറഞ്ഞാല്? 3 കാര്യങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഹുസ്നുൽ ഖുലുഖ് മൊത്തം അല്ലാഹു ഖുർആനിൽ ഒരായത്തിൽ കേന്ദ്രീകരിച്ച് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശദമായി ഒരുപാട് ആയത്തുകളിൽ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരൊറ്റ ആയത്തിൽ അല്ലാഹു സൽസ്വഭാവങ്ങൾ മൊത്തം ഒരുമിച്ച് കൂട്ടി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എവിടെ? ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅരിൽ അനിൽ ജാഹിലീൻ. ഖുദിൽ അഫ്വ, നീ വിട്ടുവീഴ്ച സ്വീകരിച്ചോ. ഖുദിൽ അഫ്വ, നീ വിട്ടുവീഴ്ച സ്വീകരിച്ചോ. ബഹുമാനപ്പെട്ട ബായാർ തങ്ങളുപ്പാപ്പ, അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. എല്ലാവരും ആമീൻ പറയും. ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അവരെ ആഫിയത്തോടും ദീർഘായുസ്സുകൊണ്ടും ഉമ്മത്തിന് കാര്യം ഉണ്ടാവും. നമ്മൾ ഇന്ത്യക്ക് നമ്മളെന്തിനാ ആമീൻ പറയണത്? എല്ലാവരും ആമീൻ പറഞ്ഞു. നിങ്ങൾ ആമീൻ എനിക്ക് ആവശ്യമുണ്ട്. എല്ലാവരും ആമീൻ പറയാൻ പറഞ്ഞു. അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഇന്നലെ ഇവിടെ വന്ന് ഇതുവായിരുന്നല്ലോ അല്ലേ? അവര് മന്ത്രിച്ചൂതിയ തേനുണ്ട് ഇവിടെ. എല്ലാവർക്കും തരാനുണ്ടാകുന്ന തോന്നുന്നു. കുറഞ്ഞ തേനുണ്ട്. തങ്ങൾ പാപ്പ പറഞ്ഞു 100 രൂപ കൊടുക്കാം. നിങ്ങളെ ബുദ്ധിമുട്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്വതക്ക എന്നുള്ളത്. എല്ലാവരും ഓരോ കുപ്പി വാങ്ങണം. കൊടുക്കല്ലേ? കൊടുക്കാം. അങ്ങോട്ടും കൊടുക്കണം. സഹോദരിമാരെ ഭാഗത്ത് 100 രൂപ കൊടുക്കണം. 100 രൂപ ഇപ്പൊ കൊടുക്കാൻ ഓൾറെഡി കയ്യിലില്ലാത്തവര് പേരും നമ്പറും പറഞ്ഞാൽ മതി. അവർ വിളിക്കും. നിങ്ങൾ കൊണ്ടുവന്ന് കൊടുത്താൽ മതി. കുഴപ്പമൊന്നുമില്ല. ബുദ്ധിമുട്ടാക്കണ്ടേ. ഇപ്പൊ ഒരു 100 രൂപ എല്ലാവരുടെ കയ്യിലില്ലെങ്കിൽ ഒരു 100 രൂപ പിന്നെ കൊടുത്താൽ മതി. പക്ഷെ പേരും നമ്പറും കൊടുത്താൽ മതി. വിളിച്ചോളൂ. കൊടുക്കി മക്കളെ വരി. റാഹത്തെ കൊടുക്കും. അങ്ങോട്ട് സഹോദരിമാരെ ഭാഗത്തേക്ക് കൊടുക്കും. ഇവിടെയും കൊടുക്കും. ഒരു 100 രൂപ. എല്ലാവരും തേന് വാങ്ങണം. ഈ തേന് കൊടുക്കാനായിട്ട് ഇനി ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ പറ്റൂല. നാളെ പരിപാടി എന്താ? ഇല്ലല്ല, ഇന്നേ പരിപാടി ഉള്ളൂ. അതുകൊണ്ട് കുറഞ്ഞ കുപ്പി തേനേ ഉള്ളൂ. എല്ലാവർക്കും തരാണ്ടാവും തോന്നുന്നില്ല. എന്നാലും ഉള്ളതൊക്കെ എല്ലാവരും വാങ്ങണം. അപ്പൊ ഇനി മറ്റാൾ വാങ്ങിക്കോളും, ഞാൻ വാങ്ങുന്നില്ല, മറ്റാൾ വാങ്ങിക്കോളും, അങ്ങനെ വിട്ടാൽ ലാസ്റ്റ് എത്തുമ്പോൾ പിന്നെ ആരും വാങ്ങാതെയാവും. അതുകൊണ്ട് എല്ലാവരും ഓരോ തേൻകുപ്പി വാങ്ങുക. നമ്മളെ വീട്ടിൽ ഒരു ശിഫക്ക് വേണ്ടി സയ്യിദന്മാര് മന്ത്രിച്ചതല്ലേ. ഞാൻ എത്ര മന്ത്രിച്ചാലും തങ്ങൾ മന്ത്രിച്ചെടുക്കത്തൂലല്ലോ. അതെത്തൂല, ഉറപ്പാ. നമുക്കറിയാം. തങ്ങന്മാര് മന്ത്രിച്ചെടുത്തേക്ക് നമ്മൾ മൂല്യന്മാര് മന്ത്രിച്ചെത്തൂല. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തബന്ധമുള്ള മഹാന്മാരല്ല. മാഷാ അല്ലാഹ്. തുടക്കം നിങ്ങളപ്പോ കൊടുക്കും. മാഷാ അല്ലാഹ്. അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരത്തേക്കും വരും തേൻ ഇൻഷാ അല്ലാഹ്. എല്ലാവരും അത് ഇനി ഇവിടെ ബാക്കി വെക്കാൻ പാടില്ല. നമ്മുടെ കുട്ടികൾക്ക് അസുഖങ്ങളും വിഷമങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് തേന് പുരട്ടി കൊടുക്കുക, തേന് കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മഹാന്മാരായ സ്വഹാബിമാരും സ്വഹാബി വനിതകളും അങ്ങനല്ലേ രോഗമാർഗത്തിന് തങ്ങളുടെ ബഖിയത്ത്, തങ്ങളുടെ തിരുശേഷിപ്പല്ലേ അവര് രോഗശമനത്തിന് ഉപയോഗിച്ചിരുന്നത്. അസ്മാ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജുബ്ബ അത് മുക്കിയെടുത്ത് അതിലുള്ള വെള്ളം കൊണ്ട് രോഗികൾക്ക് കൊടുത്തയച്ചിരുന്നു രോഗശമനത്തിന് വേണ്ടി. നഹ്നു നഗ്സിലുഹാ ലിൽ മർളാ നസ്തശ്ഫി ബിഹാ. ആ ജുബ്ബ കഴുകി അതിന്റെ വെള്ളം ബറക്കത്തിന് വേണ്ടി, രോഗശമനത്തിന് വേണ്ടി രോഗികൾക്ക് ഞങ്ങൾ കൊടുത്തയക്കുന്ന പതിവുണ്ട് എന്ന് സയ്യിദത്തുനാ ബീബി അസ്മാ റളിയല്ലാഹു അൻഹ പറയും. അപ്പൊ അതുകൊണ്ട് തങ്ങളുപ്പാപ്പ മന്ത്രിച്ച തേനാണ്. നല്ല ബഹുമാനത്തോടെ ആദരവോടെ അത് സ്വീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അമലുകൾ തൂക്കുന്ന മീസാന്, അമല് പോലെ തന്നെ അമലിന്റെ രേഖ തൂക്കുന്ന മീസാന്, അത് സത്യമാണ്, അത് നടക്കുന്ന സംഭവമാണ്. ഫമൻ സഖുലത് മവാസീനുഹു, ആരുടെ മീസാനാണോ കനം തൂങ്ങുന്നത്, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. മീസാന് ഹസനാത്ത് കൊണ്ട് കനം തൂങ്ങുന്ന ആളുകൾ അവര് വിജയിച്ചവർ തന്നെയാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ.
ആ മീസാന് കനം തൂങ്ങാനാണ് സൽസ്വഭാവം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മുഅ്മിനീങ്ങളെ, ആ സൽസ്വഭാവത്തിന്റെ ഒരു മാർഗമാണ് ഖുദിൽ അഫ്വ, വിട്ടുവീഴ്ച കൊടുക്കുക. റമളാനല്ലേ വരുന്നത്, പൊരുത്തപ്പെട്ട് കൊടുക്കുക. മിണ്ടാത്ത ആളുകളോട് മിണ്ടുക, പൊരുത്തപ്പെട്ട് കൊടുക്കുക. പണക്കം മാറ്റുക. കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷമൊക്കെ ചെറിയ പണക്കണ്ടായി പോയതാണ്, ചെറിയ വാക്ക് തർക്കങ്ങളെ കൊണ്ട് വന്നതാണ്. നമ്മൾ കുറ്റമുക്തരായ മാസൂമീങ്ങളല്ലല്ലോ. വൈകല്യങ്ങൾ സംഭവിക്കുന്ന സാധാരണ ആളുകളല്ലേ നമ്മളെല്ലാവരും. ഞാൻ എന്നെ പോലത്തെ ആളുകളെ പറ്റിയാ പറയുന്നത്. കുറ്റങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് അങ്ങോട്ടും സംഭവിച്ചേക്കാം. അതിന്റെ വിശുദ്ധി അത് പൊരുത്തപ്പെട്ട് കൊടുക്കലാണ്, മാപ്പ് കൊടുക്കലാണ്. സാരമില്ല, അല്ല നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരട്ടെ എന്ന് പറയലാണ്. ആ കറ മനസ്സിൽ നിന്നങ്ങ് നീക്കലാണ്. ഖുദിൽ അഫ്വാ, വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുക. വഉമുർ ബിൽ ഉർഫി, ആരോടും നന്മ കൊണ്ട് കൽപ്പിക്കുക. എന്ത് വിഷയങ്ങൾ ആളുകളോട് പറയുന്നുണ്ടോ, ഏത് മെസ്സേജ് അയക്കുന്നുണ്ടോ, ഏത് മെസ്സേജ് എഴുതി വിടുന്നുണ്ടോ, വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ടോ, നന്മ മാത്രം കൽപ്പിക്കുക. തിന്മ കൊണ്ട് ഒരാളെയും പ്രേരിപ്പിക്കരുത്, തിന്മയിലേക്ക് ഒരാളെയും ചേർത്ത് കൊടുക്കരുത്. തിന്മ ഒരാൾക്കും സന്തോഷകരമാക്കി മാറ്റരുത്. തിന്മ കാണാനുള്ളൊരു സംവിധാനവും ഒരാൾക്കും കൊടുക്കരുത്. നന്മ കൽപ്പിക്കുക. ചെറിയ കുട്ടിയോടാണെങ്കിലും, സ്വന്തം കൂട്ടുകാരനോടാണെങ്കിലും, സ്വന്തം ഇണയോടാണെങ്കിലും നന്മ കൽപ്പിക്കുക. തിന്മ ആരോടും കൽപ്പിക്കരുതേ. ഭർത്താവിന്റെ ആദ്യ ജീവിതത്തിലേക്ക് ആദ്യ രാത്രിയായി കടന്നു വന്ന ഭാര്യക്ക് മെൻസസ് ആണെങ്കിൽ ആ ഭാര്യയോട് ഭർത്താവ് പറയുന്നു, ഇന്നെന്റെ ജീവിതത്തിന്റെ സ്വപ്ന സാഫല്യത്തിന്റെ ആദ്യ രാത്രിയാണ്. ഭാര്യ പറഞ്ഞു, ഭർത്താവേ, ഇന്ന് നമ്മൾ രണ്ടുപേരും അടുത്ത് കിടക്കാം, ചുംബനങ്ങളൊക്കെ ആവാം, പക്ഷേ ശരീരം സ്പർശിച്ചുകൊണ്ടുള്ള ബന്ധം പറ്റൂല. അല്ലാഹു നമ്മളോടതിന് തടസ്സം കൽപ്പിച്ചിട്ടുണ്ട്. ഇന്നൊന്ന് വിട്ടു നിൽക്കണേ എന്ന് സ്നേഹത്തോടെ ഭാര്യ പറയുമ്പോ, കുറെ കാലമായി ഞാൻ അങ്ങനെ കാത്തുവെച്ചൊരു രാത്രിയല്ലേ, ഇന്നെന്ത് മെൻസസ് ആണെങ്കിലും കുഴപ്പമില്ല, നീ എനിക്കങ്ങ് അനുസരിച്ചോളണം, നിന്റെ ബാധ്യത ഏതാണെന്ന് പറഞ്ഞാല് അത് നന്മ കൊണ്ടുള്ള കൽപ്പനയല്ല, അധർമ്മം കൊണ്ട് കൽപ്പിക്കല, വൻകുറ്റം കൊണ്ട് കൽപ്പിക്കല. മെൻസസുള്ള സമയത്ത് ഭാര്യയുമായി ശാരീരിക ബന്ധം പുലർത്തുന്നത്, അതേ ശരീരത്തിൽ സാധാരണ സ്ത്രീയും പുരുഷനും ഭർത്താവും ഭാര്യയും ഇണചേരും പോലെ ഇണചേരുന്നത് വൻകുറ്റമാ. തൗബ ചെയ്തിട്ടല്ലാതെ അല്ലാഹു പൊറുക്കൂല. അല്ലാഹു പഠിപ്പിച്ചതല്ലേ മനുഷ്യന്റെ ആരോഗ്യ സംവിധാനത്തിന് വേണ്ടി, വലാ തഖറബൂഹുന്ന ഹത്താ യതുഹുർന ഫഇദാ തതഹർന ഫതൂഹുന്ന മിൻ ഹൈസു അമറകുമുല്ലാഹ്. അവര് മെൻസസ് ഉള്ളവരാണെങ്കിൽ ശുദ്ധി വരുന്നത് വരെ ശാരീരിക ബന്ധം കൊണ്ടവരെ സമീപിക്കരുത്. അവരടുത്ത് കിടക്കുന്നതിന് വിരോധമൊന്നുമില്ല, അവരെ സ്പർശിക്കുന്നതിന് വിരോധമൊന്നുമില്ല, ചുംബിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. സാധാരണ രൂപത്തിലുള്ള ശാരീരിക സല്ലാപമുണ്ടല്ലോ, അതുവരെ അനുവദിച്ച ശാരീരിക സല്ലാപം ഭാര്യ ഭർത്താക്കന്മാർ അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതുണ്ട്. കുറഞ്ഞ കാലത്തേക്കാണ് ശുദ്ധിയാകുന്നത് വരെ ഒന്ന് ക്ഷമ പാലിച്ച് ബഹുമാനത്തോടുകൂടെ കഴിയേണ്ടതാണ്. അവിടെ നന്മയാണ് കൽപ്പിക്കേണ്ടത്, തിന്മ കൽപ്പിച്ചുകൂടാ. കല്യാണം കഴിഞ്ഞിട്ട് സൽക്കാരത്തിന് പോകുമ്പോ നല്ല മറവോടുകൂടി മക്കനെ ധരിച്ച് ജിൽബാബ് ധരിച്ച് കഴുത്ത് കാണിക്കാതെ മാറ് കാണിക്കാതെ നല്ല ബഹുമാനത്തോടെ നിന്റെ ഭാര്യ നിന്റെ കൂടെ വരുമ്പോ അൽഹംദുലില്ലാഹ് നല്ല
റാഹത്തോടെ സ്വീകരിക്കുന്നതിന് പകരം ഒരിക്കലും പ്രിയപ്പെട്ട സുഹൃത്തേ, നീ എന്റെ ഉമ്മാന്റെ പോലെ എന്റെ കൂടെ വരണ്ട, എന്റെ വല്യമ്മാന്റെ കൂടെ പോലെ എന്റെ കൂടെ വരണ്ട. നീ ഒരു മധുര 17കാരിയുടെ കൂടെ അടിച്ച് പൊളിച്ച് റെഡിയാക്കി വരണ്ടേ. നിന്നെ കണ്ടാൽ സൽക്കാരത്തിന് പോകുന്നിടത്ത് ഉമ്മയാണോ കൊണ്ടുവന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചാലോ, അതല്ല ഇത്താത്തയെ കൊണ്ടുവന്നതാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാലോ എന്ന് നീ ആശങ്കപ്പെടേണ്ടതില്ല. നിന്റെ ഭാര്യ ഒരു പൊന്നു പോലെ നീ സൂക്ഷിക്കാൻ അല്ലാഹു നിന്നെ ഏൽപ്പിച്ചൊരു ചരക്കാണ്. ഖൈറു മതാഇഹാ അൽ മർഅതു സാലിഹാ. ദുനിയാവിലെ ഏറ്റവും നല്ല ചരക്ക് സച്ചരിതരായ സൽവനിതയായ സഹോദരിയാണ്, സ്വാലിഹത്തായ പെങ്ങളാണ്, പെണ്ണാണ്. ആ പെണ്ണിന്റെ നല്ല സ്വഭാവമാണ് നീ സ്വീകരിക്കേണ്ടത്. കണ്ടില്ലേ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ മകളെ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കാനുള്ള കാരണം എന്താണ്? രണ്ട് പെൺമക്കൾക്കും നല്ല സ്വഭാവം മൂസാ നബി അലൈഹിസ്സലാം കണ്ടുപോയി. വെള്ളം കോരാൻ വന്നിരിക്കുന്ന സ്ഥലത്ത് പുരുഷന്മാര് തിക്കും തിരക്കും കൂട്ടിയിട്ട് വെള്ളം കോരുമ്പോ രണ്ട് സ്ത്രീകളതാ വെള്ളപാത്രത്തിന്റെ അടുത്ത് വന്ന് തിക്കും തിരക്കും കൂട്ടാതെ അവര് മാറി നിൽക്കുന്നു. ഒരു മരത്തിനോട് മറവ് ചേർന്നുകൊണ്ട് രണ്ട് സഹോദരിമാര് വമ്രഅതാനി തദൂദാൻ, രണ്ട് സഹോദരിമാര് മാത്രം മാറി നിൽക്കുന്നു. ഇവിടെ കുറെ പുരുഷന്മാരും സ്ത്രീകളും കശവിശ കൂടിയിട്ട് സങ്കലന രൂപത്തിൽ വെള്ളം കോരി കൊടുക്കുമ്പോ പലരും മുക്കിയെടുത്തു കൊണ്ടുപോകുമ്പോ രണ്ട് പെങ്ങന്മാരതാ ഇവരടുത്ത് വന്ന് തിരക്ക് കൂട്ടാതെ വെള്ളത്തിന് വേണ്ടി ആക്കം കൂട്ടാതെ വളരെ ബഹുമാനത്തോടെ മാറി നിൽക്കുന്നത് കണ്ടപ്പോ അവരടുത്ത് വന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, ഇവര് നല്ല പെണ്ണുങ്ങളാണ്, ആ അന്യപുരുഷന്മാരുടെ ഇടയിൽ പോയി തിക്കും തിരക്കും കൂട്ടുന്നില്ലല്ലോ. കാലമാ ഖതുബുകുമാ, എന്തേ നിങ്ങൾ മാറി നിൽക്കുന്നത്? ആ രണ്ട് സഹോദരിമാരും പറഞ്ഞു, ലാ നസ്ഖി ഹത്താ യുസ്ദിറ റിആഇ, ഒട്ടകത്തിന് വെള്ളമെടുക്കുന്ന ആളുകള്, ആടുകൾക്ക് വെള്ളമെടുക്കുന്ന ആളുകള് വെള്ളം എടുത്ത് പിന്തിരിയുന്നത് വരെ ഞങ്ങൾ വെള്ളം മുക്കാൻ പോകാറില്ല. അപ്പൊ ഒരു ചോദ്യം ഉള്ളിൽ അവിടെ കിടക്കുന്നുണ്ട്, നിങ്ങളെ വീട്ടിലെ ആണുങ്ങളൊന്നുമില്ലേ? നിങ്ങൾ പെണ്ണുങ്ങൾ എന്തിനാണ് വെള്ളമെടുക്കാൻ വേണ്ടി വന്നത്? അതിനുള്ള മറുപടി ചോദ്യം വരുമെന്ന് കരുതിയിട്ട് അവര് രണ്ടുപേരും പറഞ്ഞു, വഅബൂനാ ശൈഖുൻ കബീർ, ഞങ്ങളെ ഉപ്പാക്ക് വന്ന് വെള്ളം കോരാനില്ല, ആവതില്ല, അങ്ങേയറ്റത്തെ പ്രായമായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ രണ്ട് പെൺമക്കളും കുടിക്കാനുള്ള വെള്ളത്തിന് വേണ്ടി വന്നതാണ്. പക്ഷേ ഈ ആണുങ്ങൾ പോയിട്ടേ ഞങ്ങൾ വെള്ളമെടുക്കാറുള്ളൂ. നല്ല പെണ്ണുങ്ങളാണ്, നല്ല സ്വാലിഹത്തായ പെണ്ണുങ്ങളാണ്, നല്ല ഹയാ ഉള്ള പെണ്ണുങ്ങളാണ്. ഇത് മനസ്സിലാക്കിയപ്പോ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം ഫസഖാലഹുമാ, അവര് പറയാതെ തന്നെ അവർക്ക് വേണ്ടി വെള്ളം മുക്കി കൊടുത്തു. അവരോട് നിങ്ങൾ പോയിക്കോളൂ. മൂസാ നബി അലൈഹിസ്സലാം മരത്തണലിൽ ഇരിക്കുന്ന സമയത്ത് മഹാനവർകൾ അല്ലാഹുവിനെ സ്തുതിച്ചു പറഞ്ഞു, അല്ലാ, രണ്ട് സ്വാലിഹത്തായ പെണ്ണുങ്ങൾക്ക് വെള്ളം മുക്കി കൊടുക്കാനുള്ള ഭാഗ്യം ഈ നാട്ടിലെത്തിയിട്ട് എനിക്ക് കിട്ടിയല്ലോ അല്ലാ. നല്ല പെണ്ണുങ്ങളാണ്. തിക്കും തിരക്കും കൂട്ടാനോ ഒച്ചപ്പാടുണ്ടാക്കാനോ കൂക്കി വിളിക്കാനോ ഇടയിൽ വന്നിട്ട് ശല്യം ചെയ്യാനോ ഒന്നിനുമില്ല. ഹയാഓടെ മാറി നിൽക്കുന്നത് കണ്ടപ്പോ മൂസാ നബി അലൈഹി സ്വലാം മനസ്സിലാക്കി, നല്ല തഖ്വയുള്ള പെണ്ണുങ്ങളാണ്. ആ പെണ്ണുങ്ങൾക്ക് വെള്ളം മുക്കി കൊടുത്ത അള്ളാഹിന്റെ അടുത്ത് കൂലിട്ടു. അതുകൊണ്ട് മഹാനവർകൾ വെള്ളം മുക്കി കൊടുത്തു. ഇവര് നേരത്തെ വീട്ടിലെത്തിയപ്പോ ശുഐബ് നബി അലൈഹി സ്വലാം ചോദിച്ചു, അല്ല, നിങ്ങൾ സാധാരണ വെള്ളം കൊണ്ട് വീട്ടിൽ വരുന്ന നേരമായിട്ടില്ലല്ലോ, ഇന്നെന്താ നേരത്തെ വന്ന്? ഇന്ന് വെള്ളം എടുക്കാൻ ആണുങ്ങളൊന്നും വന്നിട്ടില്ലേ? അപ്പൊ രണ്ട് സഹോദരിമാരും പറഞ്ഞു, രണ്ട് പെൺമക്കളും പറഞ്ഞു, അതെ, അവിടെ നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട്, ആ ചെറുപ്പക്കാരൻ ഞങ്ങളെ ഒരു ഭാഗത്ത് മാറി നിൽക്കുന്ന കണ്ടപ്പോ ഞങ്ങൾ അടുത്ത് വന്നിട്ട്
വളരെ ബഹുമാനത്തോടെ ചോദിച്ചു, എന്താ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്? ഞങ്ങൾ പറഞ്ഞു, അവരൊക്കെ പോയിട്ടാ ഞങ്ങൾ വെള്ളം എടുക്കാറുള്ളത്. ബാപ്പാക്കാണെങ്കിൽ ആഫിയത്തും ഇല്ല, ബാപ്പ നല്ല പ്രായമായിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങളെ പാത്രത്തിൽ വെള്ളം കോരി തന്നു. അങ്ങനെ ഞങ്ങൾ വന്നത്. എന്നാ നിങ്ങൾ ആ ചെറുപ്പക്കാരനൊന്നും കൂടി വിളിച്ചോണ്ട് നമുക്കൊരു സൽക്കാരം കൊടുക്കണം, നല്ല ചെറുപ്പക്കാരനാണ്. ഷുഐബ് നബി അലൈഹി ഇസ്ലാമിന് മനസ്സിലായി ചെറുപ്പക്കാരൻ നല്ല ചെറുപ്പക്കാരനാണ്. കാരണം എത്ര നേരം കാത്തു നിൽക്കുന്ന ഈ പെൺകുട്ടികൾക്ക് ഒരു സഹായമല്ലേ ചെയ്തു കൊടുത്തത്? വെള്ളം മുക്കി കൊടുത്തവരെ യാത്രയാക്കി. ആ ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരണം. വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവരെ കൂട്ടത്തിൽ നിന്നൊരു പെണ്ണ് വന്നത് ഖുർആൻ പറയുന്നുണ്ട്. എങ്ങനെ വന്നത്? ഫജാഅത്തുഹു ഇഹ്ദാഹുമാ തംശി അലാ ഇസ്തിഹിയാ. വളരെ നാണത്തോടെ ബഹുമാനത്തോടെ ഹയാഓടെ ഒരു പെണ്ണ് പതുക്കെ വന്നിട്ട് പറഞ്ഞു, ഇന്ന അബീ യദ്ഉക ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ. ഞങ്ങൾക്ക് വെള്ളം കോരി തന്നതിന് കൂലി തരാൻ വേണ്ടിയിട്ട് ഞങ്ങളെ വാപ്പ നിങ്ങളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ ബഹുമാനത്തോടെ താഴ്മയോടെയുള്ള സംസാരം. അപ്പൊ ആ സഹോദരിമാരുടെ നീക്കുപോക്കുകളും അവരെ ഹയാവും അവരെ സംസാരവും അവരെ പെരുമാറ്റവും ഒക്കെ കണ്ടപ്പോ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം വീട്ടിലേക്ക് പോയി. അപ്പോ വെള്ളം കോരി തന്ന ആളോട്, വെള്ളം മുക്കി തന്ന ആളോട് ഷുഐബ് നബി അലൈഹിസ്സലാം സംസാരിച്ചു തുടങ്ങുമ്പോ പഴയകാല ചരിത്രങ്ങളൊക്കെ പറഞ്ഞപ്പോ ഷുഐബ് നബി അലൈഹിസ്സലാം ആദ്യം തന്നെ ധൈര്യം കൊടുത്തു, ലാ തഖഫ്, ഒന്നുകൊണ്ടും നിങ്ങൾ പേടിക്കണ്ട. ഫിർഔനിന്റെ ആൾക്കാർ തെരഞ്ഞേതാലും ഇങ്ങോട്ട് വരൂല, പേടിക്കണ്ട. നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ, നിങ്ങൾ രക്ഷപ്പെട്ടു പോയി, നിങ്ങൾ പേടിക്കണ്ട. പക്ഷേ നിങ്ങൾ നല്ല സ്വഭാവമുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഈ മഹത്തായ സ്വഭാവത്തിന് നിങ്ങളെ എനിക്ക് മരുമകനായി കിട്ടണം. എന്റെ ഈ 2 പെൺമക്കളിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കുട്ടിയെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തരാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇന്നീ ഉരീദു അൻ ഉൻകിഹക ഹിദബനതയ്യ ഹാതൈനി അലാ അൻ തഅജുറനി 8 ഹിജജ്. 8 വർഷക്കാലം ഈ തോട്ടത്തിൽ നിങ്ങൾ സേവനം ചെയ്യണം എന്ന നിലക്ക്, എന്ന കണ്ടീഷനിൽ എന്റെ കുട്ടികളിൽ ഒരു കുട്ടിയെ നിങ്ങൾക്ക് ഞാൻ കല്യാണം കഴിച്ചു തരാൻ ഉദ്ദേശിക്കുന്നു. സുബ്ഹാനല്ലാഹ്, മൂസാ നബി അലൈഹിസ്സലാം അത് ഏറ്റെടുക്കുന്നു. അങ്ങനെ അവിടെ തോട്ടത്തിൽ ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ തോട്ടത്തിൽ 8 വർഷമല്ല 2 വർഷവും കൂട്ടിയിട്ട് 10 വർഷം അവിടെ ഖിദ്മത്ത് ചെയ്യുന്നു. 10 വർഷം പൂർണ്ണമായപ്പോ 2 മക്കളിൽ സഫൂറ ബീവി റളിയല്ലാഹു അൻഹ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന് ഷുഐബ് നബി അലൈഹിസ്സലാം കല്യാണം കഴിച്ചു കൊടുക്കുന്നു. ആ സഫൂറ ബീവി റളിയല്ലാഹു അൻഹയോടൊപ്പമുള്ള ജീവിതത്തിൽ അല്ലാഹു തആല വലിയ ബറക്കത്താണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന് നൽകിയത്. നിങ്ങൾ നോക്കൂ സഹോദരിമാരെ, എത്ര ബഹുമാനത്തോടെയാണ് ആ സഹോദരിമാർക്ക് കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിലെ ഇണയായി കിട്ടാൻ മാത്രമുള്ളൊരു തഖ്വ ആ പെങ്ങന്മാരിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാം വായിച്ചറിഞ്ഞു, നോക്കിക്കണ്ടറിഞ്ഞു. അതുകൊണ്ട് നല്ല മറവോടെയുള്ള പെൺകുട്ടികള് ജീവിതത്തിലേക്ക് വരുമ്പോ ഉപ്പമാരെ, ചെറുപ്പക്കാരെ, അവരെ മാനം കളയല്ല. നന്മ കൊണ്ട് കൽപ്പിക്കുക. കാതൊക്കെ മറച്ച് മുടിയൊക്കെ മറച്ച് നല്ല മറവോടുകൂടെ കൊണ്ടുപോകാൻ കൽപ്പിക്കുക. അനിൽ ജാഹിലീൻ. മൂന്നാമത്തെ സൽസ്വഭാവം ഏതാണെന്നറിയോ? ആരെ പറ്റിയും വേണ്ടാത്ത സംസാരങ്ങള്, വിവരം കെട്ട വർത്തമാനങ്ങള് പറഞ്ഞാൽ കാതുകൊടുത്ത് ശ്രവിക്കാതെ, ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ പൂതി വെച്ച് കാത്തിരിക്കാതെ, അനിൽ ജാഹിലീൻ, വിവരദോഷികൾ പറയുന്ന ഗീബത്ത് കേട്ട് ചിരിക്കാതെ, അതിന്റെ പിന്നാമ്പുറം കേൾക്കാൻ ആഗ്രഹിച്ച് ആസ്വദിച്ച് നിൽക്കാതെ അവഗണിച്ചുകൊണ്ട് തള്ളിക്കളയുക. അനിൽ ജാഹിലീൻ, വിവരക്കേട് പറയുന്ന ആൾക്കാരെ സംസാരം ശ്രവിക്കരുത്. നെവർ മൈൻഡ് ആക്കി കളയൂ, പരിഗണനക്കെടുക്കല്ല. ആളുകൾ തിന്മകളാണ് അവർക്ക് കൂടുതലുള്ളത്, അല്ലെങ്കിൽ നന്മകൾ തീരെയില്ല.
ഫഉലൈക അല്ലദീന ഖസിറൂ അൻഫുസഹും, അവർ സ്വന്തം ശരീരത്തെ പരാജയപ്പെടുത്തി കളഞ്ഞു. ബിമാ കാനൂ ബിആയാതിനാ യദ്ലിമൂൻ. വിചാരണ കഴിഞ്ഞ ശേഷമാണല്ലോ മീസാൻ തൂക്കുന്നത്. വിചാരണ കഴിഞ്ഞ ശേഷമാണ് മീസാനിലേക്ക് വരുന്നത്. എല്ലാവരെയും അല്ലാഹു തആല വിചാരണയ്ക്ക് വിധേയമാക്കും. ചോദ്യങ്ങളൊക്കെ ചോദിച്ച ശേഷം പിന്നെ മീസാന് വരികയാണ്. മീസാന് കഴിഞ്ഞാൽ പിന്നെ സിറാത്ത് വരികയാണ്. എല്ലാം ഒന്നൊന്നിനു ശേഷം കടമ്പകളാണ്. സുബ്ഹാനല്ലാഹ്, ഹിസാബ് കഴിഞ്ഞു എന്ന് കരുതിയിട്ട് രക്ഷപ്പെടാനായിട്ടില്ല. തൊട്ടടുത്ത് തന്നെ മീസാന് വന്നുപോയി. ആ മീസാനിലേക്ക് അമലുകൾ കൊണ്ടുവരുമ്പോ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുഅ്മിനായ മനുഷ്യന്റെ അമലുകൾ നല്ല രൂപത്തിലാണ് അല്ലാഹു തആല രൂപപ്പെടുത്തുന്നത്. മുഅ്മിനല്ലാത്തവരുടെ അമലുകളോ മോശപ്പെട്ട രൂപത്തിലാണ്. രൂപഭാവങ്ങൾ അവിടെ ചിത്രീകരിക്കപ്പെടുന്നു. നല്ല നല്ല രൂപത്തിൽ നിസ്കാരത്തിന് ഒരു രൂപം, ഖുർആനോത്തിന് മറ്റൊരു രൂപം, സ്വദഖക്ക് വേറൊരു രൂപം, നോമ്പിന് വേറൊരു രൂപം, ഹജ്ജിന് വേറൊരു രൂപം, സാധുക്കളെ സഹായിച്ചതിന് വേറൊരു രൂപം, പള്ളി നിർമ്മാണത്തിന് സ്വദഖ കൊടുത്തതിന് വേറൊരു രൂപം, സ്വാലിഹീങ്ങളെ കൂടെ നല്ല മജ്‌ലിസിൽ സംബന്ധിച്ചതിന് ഒരു രൂപം. ഇങ്ങനെ വ്യത്യസ്ത രൂപങ്ങളിൽ സുബ്ഹാനല്ലാഹ് അമലുകൾ രൂപപ്പെടുത്തിയിട്ട് ആഖിറത്തിൽ കൊണ്ടുവരികയാണ്. വലിയ മീസാനിൽ തൂക്കുകയാണ്. ഈ മീസാനോ നമ്മൾ ഉദ്ദേശിച്ചതുപോലെയുള്ള ഒരു കട്ടിയും കനവുമല്ല മീസാനിലുള്ളത്. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു, മീസാനിന് വലിയ ഉയരവും വലിയ നീളവുമുണ്ട്. സാധാരണ രൂപഭാവങ്ങൾ കണക്കുകൂട്ടാൻ പറ്റൂല. മീസാനിന് വലിയ നീളവും വലിയ രൂപവും പറഞ്ഞിട്ടുണ്ട്. ഹദീസിൽ തന്നെ കാണാം, മീസാന് കൊണ്ടുപോയി വെക്കുന്ന സമയത്ത്, മീസാന് മുന്നിൽ സ്ഥാപിക്കുന്ന സമയത്ത് ഒരാളെ കണ്ണുകൊണ്ട് നോക്കിയാൽ എത്ര ദൂരത്തേക്ക് കണ്ണെത്തുമോ അത്രയും ദൂരത്തേക്ക് വിശാലമായി മീസാനിൻ്റെ നീളമുണ്ട്. ചെറിയൊരു നീളമൊന്നുമല്ല, വലിയ നീളമുണ്ട്. ആ മീസാന് മുന്നിൽ കൊണ്ടുപോയി വെച്ചിട്ട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇന്നല്ലാഹ സയഖ്ലിസു റജുലൻ മിൻ ഉമ്മത്തി, എൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരാളെ അല്ലാഹു തആല മാറ്റി നിർത്തുകയാണ്. അലാ റൂസിൽ ഖലായിഖി യൗമൽ ഖിയാമ, ജനങ്ങളുടെ ഇടയിൽ വെച്ച് ഖിയാമത്ത് നാളിൽ ഒരാളെ തനിച്ച് നിർത്തുന്നു. എന്നിട്ട് ഫയുൻഷറു അലൈഹി 99 സിജില്ലാ, 99 രേഖകൾ, 99 റിക്കാർഡുകൾ അയാളെ മുന്നിൽ വിതറപ്പെടുന്നു. കുല്ലു സിജില്ലിൻ മിത്ലു മദ്ദിൽ ബസരി, ഓരോ റിക്കാർഡും കണ്ണെത്തുന്ന അത്രയും ദൂരത്തുണ്ട്. ഒരു ദിവസത്തെ പ്രവർത്തനങ്ങൾ തന്നെ എത്ര എഴുതാനുണ്ട് സഹോദരങ്ങളെ? ഒരുപാട് എഴുതാനില്ലേ? നന്മകൾ ഒരുപാട് എഴുതാനുണ്ട്, തിന്മകളും ഒരുപാട് എഴുതാനുണ്ട്. ഇതിങ്ങനെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അല്ലാഹു തആല ചോദിക്കും, അതുൻകിറു മിൻ ഹാദാ ശൈആ, ഒരാളോട് അല്ലാഹു ചോദിക്കുന്നു, 99 രേഖകളാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്, ഇതിലേതെങ്കിലും ഒന്ന് നിനക്ക് നിഷേധിക്കാൻ പറ്റുമോ? അളലമക കതബതിൽ ഹാഫിളൂൻ, മാന്യന്മാരായ എഴുത്തുകാര്, ഉറക്കമില്ലാതെ 24 മണിക്കൂറും എഴുതുന്ന എഴുത്തുകാര്, നീ ഖലായിൽ പോകുമ്പോഴും അവർ എഴുതുന്നുണ്ട്, നീ നിന്റെ ഭാര്യന്റെ കൂടെ കിടക്കുമ്പോഴും അവർ എഴുതുന്നുണ്ട്, നീ കുളിക്കുന്ന സമയത്തും എഴുതുന്നുണ്ട്. ഈ 3 സ്ഥലത്തേക്കും മലക്കുകൾക്ക് പ്രവേശനമല്ല, പക്ഷെ പുറത്തു നിന്നിട്ടാണ് അവർ എഴുതുക. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് റൂമിൽ കഴിയുമ്പോ കാത്തിബീങ്ങളായ മലക്കുകൾ പുറത്താണ്. ഖുർആൻ പണ്ഡിതന്മാർ പഠിപ്പിച്ചു, അവിടെ നടക്കുന്നതും പറയുന്നതൊക്കെ നന്മയാണെങ്കിൽ അവിടെ നന്മകൾ എഴുതപ്പെടും. അവിടെ ഇടിയും തൊഴുത്തും അനാവശ്യം പറയലും മോശപ്പെട്ട സംസാരം അങ്ങനെയൊക്കെ ആണെങ്കിലോ ഇവിടെ നേരെ ദുർഗന്ധവാസന അവരിലേക്ക് വരും, തിന്മ എഴുതപ്പെടും. ഒരാൾ ഖലായിലേക്ക് വിസർജിക്കാൻ പോയ സമയത്ത് അയാൾക്ക് അവിടെ എന്താ പരിപാടി? ഒരു ഭാഗത്ത് വിസർജനം നടത്തുന്നു, മറ്റൊരു ഭാഗത്തുകൂടെ അയാൾ എന്ത് ചെയ്യുന്നു? മയക്കുമരുന്ന് വലിച്ചു കയറ്റുന്നു. അപ്പൊ അതിന്റെ ദുർഗന്ധത്തിന്റെ വാസന ഇവിടെ വരും, ദുർഗന്ധം രേഖപ്പെടുത്തപ്പെടും.
അതേ സമയത്ത് അയാൾക്ക് അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമാണോ അവിടെ നിർവഹിക്കുന്നത്? നന്മകൾ വിവിധ എഴുതപ്പെടും. ഹമ്മാമിലേക്ക്, കുളിപ്പുരയിലേക്ക് പോകുന്ന മനുഷ്യൻ അവിടെ എത്തിയിട്ട് തിന്മയാണോ ചെയ്യുന്നത്? തിന്മയുടെ വാസന ദുർഗന്ധ വാസനയായി വരും. മലക്കുകൾ ഇത് രേഖപ്പെടുത്തുന്നു. നന്മയാണോ അവിടെ ചെയ്യുന്നത്? നല്ല വാസന വരും, നന്മയായി രേഖപ്പെടുത്തുന്നു. ഒരാളെ മുന്നിൽ കൊണ്ടുവരുന്നത് 99 രേഖകളാണ്. അല്ല ചോദിക്കുന്നു, എന്റെ എഴുത്തുകാരായ മാന്യന്മാരായ ആളുകൾ, ഏതെങ്കിലും നീ ചെയ്യാത്തത് എഴുതിയിട്ടുണ്ടോ? നിന്നെക്കുറിച്ച് എന്തെങ്കിലും അന്യായങ്ങൾ അവർ എഴുതിയിട്ടുണ്ടോ? അക്രമങ്ങൾ എഴുതിയിട്ടുണ്ടോ? ആ മനുഷ്യൻ പറയും, ലാ യാ റബ്ബ്, ഇല്ല റബ്ബേ, ഒരക്രമവും എഴുതിയിട്ടില്ല. അല്ല ചോദിക്കുന്നു, അഫലക ഉസ്റുൻ, എന്തെങ്കിലും കാരണം പറയാനുണ്ടോ? ഈ രേഖകളിൽ എഴുതി വെച്ചത് എന്തെങ്കിലും കാര്യത്തിന് ഏതെങ്കിലും തടസ്സങ്ങൾ പറയാനുണ്ടോ? ഇല്ല റബ്ബേ, ഒരു കാരണവും എനിക്ക് പറയാനില്ല. അതൊക്കെ ഞാൻ ചെയ്തതാണ്, അതൊക്കെ ഞാൻ പറഞ്ഞതാണ്, അതൊക്കെ ഞാൻ ചിന്തിച്ചതാണ്, അതിലേക്കൊക്കെ ഞാൻ നടന്നതാണ്, അതൊക്കെ എന്റെ കാരണങ്ങളെ കൊണ്ട് സൃഷ്ടിച്ചെടുക്കപ്പെട്ടതാണ്. ആ തിന്മകൾ മുഴുവനും ഞാൻ ചെയ്തതാണ്, ഞാൻ അതിനൊക്കെ സപ്പോർട്ട് ചെയ്തതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയും, എങ്കിൽ ഇന്നലക ഇൻദനാ ഹസനാ, ഇതൊക്കെ നീ ചെയ്തിട്ടും ചോർന്നു പോകാത്ത ഒരു നന്മ നിനക്ക് നമ്മുടെ ഭാഗത്തുണ്ട്. അത് അക്രമം പറയുകയല്ല, ശരിയായ നിനക്ക് പറയുകയാണ്. ഒരു ചെറിയ കാർഡ് അവിടെ പുറപ്പെടുവിക്കപ്പെടുന്നു. ആ കാർഡിൽ എന്താണുള്ളത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. ആ 99 രേഖകളോടൊപ്പം ഈ ഒരൊറ്റ രേഖ, ഒരൊറ്റ ബിതാഖ അങ്ങ് വെക്കുമ്പോൾ ഈ ഷഹാദത്തിന്റെ ഈമാനിന്റെ മധുരം ഒരു തട്ടിലും ആ 99 മറ്റൊരു തട്ടിലും വെക്കുമ്പോ തിന്മകളുടെ കൂമ്പാരങ്ങളായ 99 രേഖകൾ പറന്നു പോകുന്നു. ഷഹാദത്ത് കലിമ മുൻതൂക്കം വരുന്നു. അല്ലാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കട്ടെ. ഈമാൻ ചോർന്നു പോകാത്ത രൂപത്തിലുള്ള ആളുകൾക്ക് ഈമാൻ കൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ സംരക്ഷണം അവിടെയാണ്. സുബ്ഹാനല്ലാഹ്, അമലുകൾ തൂക്കപ്പെടാത്ത ആളുകളുണ്ട് ആഖിറത്തിൽ. വലിയ വലിയ മഹാന്മാര്, അവരമലൊന്നും തൂക്കപ്പെടൂല. അംബിയാഇന് മീസാനില്ല സഹോദരങ്ങളെ, മലക്കുകൾക്ക് മീസാനില്ല. ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ആളുകൾക്കും മീസാനില്ല. അവർക്ക് ഏടുകൾ നൽകപ്പെടുന്നില്ല, ഏടുകൾ മറിച്ച് വായിക്കാൻ പറയുന്നില്ല. അവരെത്ര സന്തോഷവാന്മാരാ! വിചാരണ കൂടാതെ സ്വർഗത്തിൽ പോകുന്നവരെത്ര വലിയ ഹൈപ്പവറിലുള്ളവരാണ്. അവർക്ക് മീസാനോ, അവർക്ക് ചോദ്യമോ, അവർക്ക് വിചാരണയോ ഒന്നും നേരിടേണ്ടി വരൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കവിടെ സലാമത്ത് നൽകുമാറാകട്ടെ. അതേ സമയത്ത് അല്ലാഹുവിന്റെ മീസാനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല തൂക്കുന്ന ഒരു രംഗം വരുമ്പോ നമ്മുടെ ജീവിതത്തെ കുറിച്ച് നല്ലോണം ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ഒരൊറ്റ കാര്യം ഞാൻ അവിടെ ഓർമ്മപ്പെടുത്തി എന്റെ സംസാരം ഞാൻ നിർത്തുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് ഖബൂലാക്കി തരട്ടെ. നാളെ ആഖിറത്തിൽ മീസാനിൽ കനം തൂങ്ങുന്ന അമലുകൾ ധാരാളം ജീവിതത്തിൽ സമ്പാദിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏറ്റവും വലിയ സ്വഭാവമാണ് പറഞ്ഞത് ഹുസ്നുൽ ഖുലുഖ്. ഉപ്പമാരോട് ഉമ്മമാരോടൊക്കെ പറയട്ടെ, ജീവിതത്തിൽ ബാധിച്ചുപോയ ആരെങ്കിലും ബാധിച്ചുപോയ പൊരുത്തക്കേടുകളും മറ്റൊക്കെ ഉണ്ടാകും, പൊരുത്തപ്പെട്ടു കൊടുക്കാനുള്ള മനസ്ഥിതി ഉണ്ടാക്കുക ഏറ്റവും നല്ല സ്വഭാവമാണത്. നിസ്കരിച്ചതിനേക്കാളും നോമ്പ് നോറ്റിനേക്കാളൊക്കെ വലിയ കനം മീസാനിൽ തൂങ്ങും. എത്ര ആളുകൾ അങ്ങനെ ഉണ്ട് എന്നറിയോ? എത്ര ആൾക്കാർ അങ്ങനെ ഉണ്ട്? ശൈഖുനാ സുൽത്താനുൽ ഉലമ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഉസ്താദിന്റെ അടുത്ത് വന്ന് ഞങ്ങൾ മർക്കസിൽ പഠിക്കുന്ന കാലത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, ഞാൻ നിങ്ങൾ ഒരുപാട് തെറി വിളിച്ച് മുദ്രാവാക്യം വിളിച്ച് നടന്ന ആളാണ്.
നിങ്ങളെ ഫോട്ടോ വെച്ച് കത്തിച്ച് നടന്ന ആളാണ്. അതിൻ്റെ മേലെ പലതും പെട്രോളൊക്കെ വെച്ച് കത്തിച്ചതാണ്. ഉസ്താദ് പറഞ്ഞു ഫോട്ടോ അല്ലേ കത്തിച്ചിട്ടുള്ളൂ, ഞാൻ ഇവിടെ ഉണ്ടല്ലോ, സാരല്ല. അദ്ദേഹത്തെ സമാധാനിപ്പിച്ചിട്ട് ഉസ്താദ് പറഞ്ഞു അതൊന്നും പ്രശ്നമല്ല, അതൊക്കെ ഞാൻ പൊരുത്തപ്പെട്ടു തന്നു. നിങ്ങൾ ദീനിന് വേണ്ടി നന്നായി പ്രവർത്തിക്കണം, കുടുംബത്തിന് വേണ്ടി നല്ല ഹലാലായ നിലക്ക് ജോലിയെടുക്കണം, നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഹിദ്മ ചെയ്യണം. ആ ചെറുപ്പക്കാരനെ ഉപദേശിച്ചുകൊണ്ട് ഉസ്താദ് വിടുമ്പോൾ നമ്മൾ ആലോചിക്കണം, ആ വലിയ ഒരു പണ്ഡിതൻ ആ ചെറുപ്പക്കാരൻ്റെ മുന്നിൽ എന്താ നിർവഹിച്ചത്? ഇത്രയും ഘനഗാംഭീര്യമായ രൂപത്തിൽ ചീത്ത പറഞ്ഞു, കോലം കത്തിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല ഒരു സ്വഭാവം, മുഖം കറുപ്പിച്ചില്ല, പുറത്തു പോകണമെന്ന് പറഞ്ഞില്ല, എൻ്റെ മുന്നിൽ നിന്നെ കാണാൻ പറ്റൂല എന്ന് പറഞ്ഞില്ല. ഒക്കെ ഞാൻ പൊരുത്തപ്പെട്ടു എന്നു, നീ നന്നാകണം, നല്ലത് പ്രവർത്തിക്കണം, സാമൂഹ്യ സേവന രംഗത്ത് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യണം, ജനങ്ങൾക്ക് വേണ്ടി, നാട്ടിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടിയല്ല, നാട്ടിൽ തന്നെ ഒരുപാട് മനുഷ്യന്മാരുണ്ട്, മുസ്ലിം അമുസ്ലിം എന്ന് വ്യത്യാസമില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഗുണം ചെയ്യണം എന്ന് ഉപദേശിച്ച് പറഞ്ഞു വിടുമ്പോൾ വലിയൊരു മാപ്പാണ് കൊടുക്കുന്നത്. ഞാൻ എൻ്റെ സഹോദരന്മാരോടും സഹോദരിമാരോടൊക്കെ പറയട്ടെ, നമ്മളെ സഹോദരങ്ങളിൽ നിന്ന്, നമ്മുടെ സ്വന്തക്കാരിൽ നിന്ന്, അയൽക്കാരിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന് ഇഷ്ടക്കേടായി വന്ന കാര്യങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു കൊടുക്കുക. നമുക്കൊന്നും കുറയാനില്ല, നമുക്ക് ഏറ്റവും വലിയ ഡിഗ്രി കൂടും. ആഖിറത്തിലെത്തിയാൽ മീസാനിൽ ഖനം തൂങ്ങുന്ന സ്വഭാവമാണ് ഹുസ്നുൽ ഖുലുഖ്. മുസ്ലിമിന്റെ സ്വഭാവത്തിൽ ഏറ്റവും നല്ല സ്വഭാവേതാ? അഫ്ളലു അഖ്ലാഖിൽ മുസ്ലിമീന അൽ അഫ്വു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിംകളെ സ്വഭാവത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയാർന്ന സ്വഭാവം വിട്ടുവീഴ്ച നൽകലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. 19 കൊല്ലം നബിതങ്ങളെ കൊല്ലാൻ വേണ്ടി നടന്ന അബൂജഹലിന്റെ മകൻ ഇക്രിമക്ക് നബിതങ്ങൾ മാപ്പ് കൊടുത്തില്ലേ സഹോദരങ്ങളെ? കൊല്ലാൻ വേണ്ടി എത്ര ശ്രമങ്ങൾ നടത്തിയ ആളാണ് ഇക്രിമ. പിന്നെന്താ നമ്മളെ മനസ്സൊന്നും ലോലമാകാത്തത്? മാപ്പ് കൊടുക്കണം. ഉസ്താദ് നിങ്ങൾ ഇങ്ങനൊക്കെ വേദ പറഞ്ഞാലും എന്റെ പെണ്ണുങ്ങൾ എന്നോടാ പറഞ്ഞത് ഇതിലൊന്നും പെടൂല. അങ്ങനെയാണ് പിന്നെ കുറെ ആൾക്കാരെ മാറ്റി. എന്റെ മാപ്പ പറഞ്ഞതിലൊന്നും പെടൂല, ഒക്കെ അതിൽ പെട്ട്. ഇതിലും വലുതാണ് നമുക്ക്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 19 കൊല്ലം ബാപ്പ അബൂജഹൽ ഉണ്ടാവുമ്പോ അബൂജഹലിന്റെ കൂടെയും അല്ലാതെയും കൊല്ലാൻ വേണ്ടി നടന്ന ആളാണ് ഇക്രിമ. ആ ഇക്രിമക്ക് സ്വപ്നത്തിൽ പോലും ഓർമ്മല്ല മാപ്പ് കിട്ടും. അസ്മാ ബീവി, ഇക്രിമന്റെ ഭാര്യ അസ്മാ ബീവി ആദ്യം നബി തങ്ങളെ വിശ്വസിച്ചു. പിന്നെ ഇക്രിമനെ യമനിൽ പോയി പിടിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾക്ക് മാപ്പുണ്ട് വരീൻ. ഇക്രിമ ആവർത്തിച്ചു ചോദിച്ചു എനിക്കോ, പിന്നെയും ചോദിച്ചു എനിക്കോ, അബൂജഹലിന്റെ മകനായി എനിക്കോ, നിങ്ങൾക്ക് മാപ്പുണ്ട് വരീൻ. മദീനയിലെത്തിയപ്പോ ഇക്രിമ ചോദിച്ചു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കയ്യിൽ കൈവച്ചുകൊണ്ട് എനിക്ക് മാപ്പുണ്ടോ നബിയെ? അതേ ഇക്രിമ, നിങ്ങൾക്ക് മാപ്പുണ്ട്. ഇക്രിമ കരഞ്ഞുപോയി. എൻ്റെ യൗവനകാലം മുഴുവനും, ആരോഗ്യം തുടിക്കുന്ന കാലം മുഴുവനും ഞാൻ തങ്ങൾക്കെതിരായി പ്രവർത്തിച്ചു നബിയെ. ഒരുപാട് തങ്ങളെ കൊല്ലാൻ വേണ്ടി ഞാൻ നടന്നു. അതിനുവേണ്ടി എല്ലാ കരുക്കളും ഞാൻ നീക്കി. ഇക്രിമ, നിങ്ങൾ ബേജാറാകണ്ട, അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തരും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇക്രിമയെ സമാധാനിപ്പിക്കുമ്പോൾ ഇക്രിമ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ശിഷ്ടകാല ജീവിതത്തിലെങ്കിലും ഇസ്ലാമിന് വേണ്ടി പോരാടാനും പട നയിക്കാനും രംഗത്ത് ഉറച്ചു നിൽക്കാനും എനിക്ക് വേണ്ടി തങ്ങൾ ദുആ ചെയ്യണേ. അതേ ഇക്രിമ, അല്ലാഹ് നിങ്ങൾക്ക് അവസരം തരും. ഇക്രിമ, നിങ്ങൾ ബേജാറാകണ്ട. ആ ഇക്രിമ റളിയല്ലാഹു അൻഹു യർമൂക്കിൽ ഷഹീദായില്ലേ സഹോദരങ്ങളെ? മുത്തുനബി തങ്ങൾ അല്ലാഹ് നിങ്ങൾക്ക് അവസരം തരുമെന്ന് പറഞ്ഞത് സാക്ഷാത്കരിക്കപ്പെട്ടല്ലോ. അവർക്ക് വരെ മാപ്പ് കൊടുത്തെങ്കിൽ നിസ്സാര പ്രശ്നങ്ങളിൽ പിണങ്ങി നിന്നുകൂടാ. റമളാനു ഷരീഫാണ് വരാൻ പോകുന്നത്. മനസ്സ് അല്ലാഹുവിലേക്ക് തിരിച്ചിട്ട് ഒരൊറ്റ നേരം അല്ലാഹ് ഒന്നും മാപ്പാക്കണേ എന്ന് നമ്മൾ അല്ലാഹുവിനോട് പറയുമ്പോ
നമ്മളെ മനസ്സിലേക്ക് അല്ല നോക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ ഈ അടിമ അയാൾക്കും മാപ്പ് കൊടുത്തില്ലേ, ഇയാൾക്കും മാപ്പ് കൊടുത്തില്ലേ, മറ്റാൾക്കും മാപ്പ് കൊടുത്തില്ലേ, അതുകൊണ്ട് ഇയാളെ ദോഷങ്ങൾ മുഴുവനും ഞാനങ്ങ് മാപ്പ് കൊടുത്തു പോയി. അതേ സമയത്ത് അള്ളാഹു നോക്കുമ്പോ നമ്മളെ മനസ്സിൽ ഒരാൾക്കും മാപ്പ് കൊടുക്കാതെ കട്ടിയോടെ നീ തൂക്കി വെച്ചിട്ട് നിനക്ക് വേണ്ടി മാത്രം എന്നോട് മാപ്പ് ചോദിക്കുന്നത് സഹോദരാ വൈരുദ്ധ്യമല്ലയോ? മറ്റൊരാൾക്കും നീ പൊറത്തു കൊടുക്കാതെ നിന്റേത് മാത്രം ഞാനങ്ങ് പൊറത്തു തരണമെന്ന് മാത്രം നീ വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത് നമ്മുടെ ഖൽബ് നമ്മൾ നന്നാക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ ഒരാൾ വന്നിരുന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് 2 അടിമകളുണ്ട്. ആ 2 അടിമകളും എപ്പോഴും എന്നോട് കള്ളം പറയുന്നവരാണ്, എന്നെ പറ്റിക്കുന്നവരാണ്, എന്നോട് എപ്പോഴും അവർ ചീത്ത പറയുന്നവരാണ്. ഞാൻ എന്ത് അവരോട് ഉപദേശിച്ചാലും എതിര് ചെയ്യുന്നവരാണ്. ഞാൻ അവരെ ചീത്ത പറയാറുണ്ട്, ഞാൻ അവരെ അടിക്കാറുണ്ട്. അല്ലാഹുവിന്റെ റസൂലേ, ഞാനും അവരും ആഖിറത്തിൽ എങ്ങനെയാകും നബിയേ? 2 അടിമകളാണ് എനിക്കുള്ളത്. എന്നവര് കളവാക്കും. ഞാൻ വല്ലതും വാങ്ങാൻ വേണ്ടി കൊടുത്തയച്ചാല് പകുതിക്ക് അവര് വാങ്ങും, പകുതിക്ക് എന്നവര് പറ്റിക്കും. എന്തെങ്കിലും ഒന്ന് കൽപ്പിച്ചാൽ എതിര് ചെയ്യും. ഞാൻ അവരെ ചീത്ത പറയാറുണ്ട്, അടിക്കാറുണ്ട്, ശിക്ഷിക്കാറുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങളും അവരും ഖിയാമത്ത് നാളിൽ വന്നാൽ യുഹ്സബു മാ ഖാനൂക വഅസൗക വകദ്ദബൂക, അവര് നിങ്ങളെ വഞ്ചിച്ചതും നിങ്ങളെ കളവാക്കിയതും നിങ്ങളെ എതിര് ചെയ്തതും ഒരു കണക്കാക്കി കണക്ക് കൂട്ടി വെക്കും. നിങ്ങളവരെ ശിക്ഷിച്ചതും മറ്റൊരു ഭാഗത്ത് കണക്കാക്കി വെക്കും. അവരെ ദോഷത്തിന്റെ അളവനുസരിച്ചാണോ നിങ്ങളവരെ ശിക്ഷിച്ചത്? എന്നാൽ നിങ്ങൾക്ക് പരാതിയൊന്നും വരൂല, നിങ്ങൾക്ക് പ്രശ്നമൊന്നും ആകൂല. അതേ സമയത്ത് അവരെ തെറ്റിലപ്പുറം നിങ്ങൾ അവരെ ശിക്ഷിച്ചോ, അവര് ചെയ്തതിലപ്പുറം നിങ്ങൾ അവരെ ശിക്ഷിച്ചിട്ടുണ്ടോ? എന്നാ അവർക്ക് വേണ്ടി അള്ളാഹു നിങ്ങളിൽ നിന്ന് ഖിസാസ് എടുക്കും കേട്ടോ, പകരം അല്ല വീട്ടും കേട്ടോ. അവര് നിങ്ങളോടൊരു നുണ പറഞ്ഞപ്പോ നിങ്ങൾ വളരെയധികം മൃഗീയമായവരെ ശിക്ഷിച്ചെങ്കില്, അവരെ അടിച്ചെങ്കില്, ഒരൊറ്റ വിഷയത്തിന് 100 വിഷയത്തിന്റെ കണക്കനുസരിച്ച് ചീത്ത പറഞ്ഞെങ്കില്, അവർക്ക് വേണ്ടി നിങ്ങളിൽ നിന്ന് അല്ല പ്രതികാരമെടുത്തിട്ടേ വിടൂ. ഈ 2 വിഷയങ്ങളും അങ്ങ് പറഞ്ഞപ്പോ ഈ മനുഷ്യൻ ഒരു ഭാഗത്ത് മാറി നിന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി, ഒച്ച വെച്ച് കരയാൻ തുടങ്ങി. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ ആ മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഖുർആൻ ആയത്ത് കേട്ടിട്ടില്ലേ? വനളഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമത്തി ഫലാ തുളമു നഫ്സുൻ ശൈആ വഇൻ കാന മിത്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ വകഫാ ബിനാ ഹാസിബീൻ. ഖിയാമത്ത് നാളിൽ നമ്മൾ നീതിയുടെ തിലാസ് വെക്കും. ഒരൊറ്റ ആൾക്കും കിട്ടേണ്ട അവകാശങ്ങൾ ഒന്നും ചുരുക്കപ്പെടൂല. ഒരു ചെറിയ കടുകുമണിയുടെ തൂക്കമനുസരിച്ചാണോ ഒരാൾക്ക് മറ്റൊരാളിൽ നിന്ന് കിട്ടേണ്ട അവകാശമുള്ളതെങ്കിൽ അത് വാങ്ങിക്കൊടുത്തിട്ടേ വിടൂ, വിചാരണ പൂർത്തിയാക്കാതെ വിടൂല. അപ്പൊ ആ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കും എൻ്റെ ഈ അടിമകൾക്കും ഏറ്റവും നല്ല കാര്യം എന്താ നബിയേ? ഞാൻ അവർക്ക് വേണ്ടി ഒരു ഖൈറങ്ങ് ചെയ്യട്ടെ. എന്താണ് ഖൈറ്? ഞാൻ ആ അടിമകളെ മോചിപ്പിച്ചു വിടുന്നു നബിയേ, അവരെ സ്വതന്ത്രരാക്കി വിടുന്നു. അവരെ മുന്നിൽ വെച്ചിട്ട് അല്ല എന്നെ ഹിസാബ് എടുക്കുന്നത് ആലോചിക്കാൻ പറ്റൂല. ഓ എൻ്റെ ഉപ്പമാരെ,
ഒന്ന് ഡ്രസ് അലക്കാത്തതിന്റെ പേരില്, ഒരു ചെറിയ പോരായ്മയുടെ പേരില് സ്വന്തം ഇണയുടെ ഭാര്യയെ ഉപ്പയെ വിളിച്ച് ഉമ്മയെ വിളിച്ച് അവരെ ചീത്ത പറഞ്ഞ് സങ്കടപ്പെടുത്തി നമുക്കൊരു കാര്യം ചെയ്തു തരാത്തതിന്റെ പേരില് നമ്മളെ അവകാശം പോലെ ഒരു മകനോട് പറയേണ്ടതിലപ്പുറം ചീത്ത പറഞ്ഞാല്, അപ്പുറം നമ്മൾ പ്രതികരിച്ചാല്, അതിലപ്പുറം നമ്മൾ ശിക്ഷിച്ചാല് രണ്ടുപേരെയും അല്ലാഹ് ഹിസാബ് എടുക്കൂലേ? ഓവറായിട്ടുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് വാങ്ങിക്കൊടുക്കൂലേ? അതുകൊണ്ട് നന്നായി ചിന്തിച്ച് പരലോകത്തെ ഹിസാബ് ആലോചിച്ച്, മീസാൻ ആലോചിച്ച്, സിറാത്ത് ആലോചിച്ച് ജീവിതം അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ക്രമീകരിക്കണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കി തരട്ടെ. ആഖിറത്തിലെ മീസാനിൽ കനം തൂങ്ങുന്ന അമലുകൾ ധാരാളം നിർവഹിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ.